പുസ്തകത്തിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അങ്ങനെ മൊത്തത്തിൽ 66 പുസ്തകം. ചിലര് കുറച്ച് പുസ്തകം കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതവരെ കാണുമ്പോഴും അറിയാം. അവരുടെ ആ നടപ്പും ദൈവാലയത്തിലുള്ള പോക്കും അവിടുത്തെ ആ നിപ്പും നിലപാടും വസ്ത്രധാരണവും ബട്ടൺസും ഒക്കെ കൂടുതലുണ്ട്, പുസ്തകം കൂടുതലുണ്ടല്ലോ. അപ്പൊ അത് അവരെ കണ്ടാൽ അറിയാം പുസ്തകം കൂട്ടിയതിന്റെ പരുവക്കേട്. എന്നാൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അനുഷ്ഠിക്കുന്ന പുസ്തകം 66 പുസ്തകമാണ്. പ്രാരംഭ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം, ഇങ്ങനെ 66 പുസ്തകം. നമ്മള് ഈ തിരുവെഴുത്തിലെ 2ാം പുസ്തകമാകുന്ന പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവെഴുത്താണ് ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം പേര് കേൾക്കുമ്പോൾ അറിയാം, ഉൽപ്പത്തി, എല്ലാത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, ജലോൽപ്പത്തി, മൃഗോൽപ്പത്തി എന്ന് വേണ്ട എല്ലാത്തിന്റെ ഉൽപ്പത്തി ഈ പുസ്തകത്തിലാണ്. 5 ദിവസം കൊണ്ട് ഭൂചര ഖേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. തദനന്തരം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് അറിവുള്ള ഭാഗം. മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. തനിയായിരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി ദൈവം ആദമിനെ ഗാഠനിദ്ര, ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരിയെല്ലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ മടഞ്ഞ് ആദമിന്റെ സമീപത്ത് നിർത്തി. എല്ലാവരുടെയും കാര്യം അല്ലെങ്കിലും ഒരു ചെറിയ പരാമർശം. ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞാ, ഒരു വാരിയൽ എടുത്തിട്ട് തന്നെ ഇതാ സ്വഭാവം. അപ്പൊ ഒരു 3-4 വാരിയൽ എടുക്കുകയായിരുന്നല്ലോ. മനസ്സിലാകാഴിയാണോ അതോ ഇതിനാ ഒത്തിരി ഒറ്റ വാരിയൽ? എന്തായാലും ആദമിനെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചു. ഇവരെ കുടുംബജീവിതം നയിപ്പാൻ കർക്കശമായിട്ട് ദൈവം 4 കാര്യങ്ങളായി ഇവരോട് കർക്കശമായി പറഞ്ഞത്. ആദമിനോടും ഹവ്വായോടുമുള്ള ബന്ധത്തിൽ ദൈവം പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ഏതാ 4 കാര്യം? നിങ്ങൾക്കറിയാം, ഒന്ന് പറഞ്ഞേര് സഹോദരി. അവര് പറഞ്ഞു, ഞങ്ങള് അത് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് തെളിയണ്ടെന്നായിരിക്കും. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം. പിള്ളേരോട് ചോദിക്കുന്നില്ല, നിങ്ങള് പ്രായമുള്ളവര് 4 കാര്യം ഒന്നും പറഞ്ഞില്ലേ? വേണ്ട, നിങ്ങൾക്ക് ഇനി പാസ്റ്റർമാര് പറയരുത്. എന്തുവാ 4 കാര്യം വായിച്ച? കഴിക്കുന്ന കാര്യം തന്നെ ആദ്യം ഇരിക്കട്ടെ. 4 കാര്യം. ചിലരുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ടും എനിക്കത് തോന്നുന്നുണ്ട്.
അതിമുതൽ കൻപേ തരിച്ചോൻ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോൻ. അതിമുതൽ കൻപേ തരിച്ചോൻ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. നിധി വരം നാലും ഉരച്ചാൻ പെറ്റു പെരുകി. അതാ നിങ്ങൾ വിട്ടുപോയത്. എന്തുവാ? ഒന്ന്, തോട്ടത്തിൽ വേല ചെയ്യണം. രണ്ട്, തോട്ടം കാക്കണം. സ്തോത്രം. സകലത്തെയും അടക്കി ഭരിക്കണം. സന്താന സമൃദ്ധിയായി നിങ്ങൾ ഈ ഭൂമിയിൽ. പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ്. അതൊന്നും ഞാനിപ്പം വിവരിക്കുന്നില്ല. ഇത് വിവാഹ ശുശ്രൂഷ അല്ലല്ലോ. അപ്പൊ എന്തായാലും ദൈവം ഇവരെ ഈ തോട്ടത്തിൽ ആക്കി. ഇനി അതിന്റെ ഒരു വേറൊരു നല്ല വശത്തേക്ക് വരാം. മനുഷ്യൻ ഏകനായിട്ടിരിക്കുന്നത് നന്നല്ല. ഒറ്റയ്ക്ക് പോവുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്താൽ പല ബുദ്ധിമുട്ടുകളുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണേ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് നല്ലത്. മണിക്കൂറുകൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ഒറ്റയ്ക്കുള്ള പോക്കും ഇരിപ്പും നോട്ടവും ചിന്തയും ഒക്കെ പരുവക്കേടാകും. അത് കർത്താവിനും അറിയാവുന്നത് കൊണ്ടാണ് കർത്താവ് ഈ 2 പേരെ അയച്ചത്. അങ്ങനല്ലേ? എത്ര പേരെ അമ്മനെ? ഈ 2 പേരെ ദൈവം അയച്ചു. എന്നാൽ ചില സ്പെഷ്യൽ കേസുകളിൽ ഒറ്റയ്ക്ക് വിട്ടിട്ടുമുണ്ട്. ദൈവാത്മാവ് ഒരിക്കലെ ഫിലിപ്പോസിനോട് പറഞ്ഞത്, നീ ഗസയ്ക്കുള്ള. പക്ഷെ അത് പറഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വേറൊരാളെ ദൈവം ഒരുക്കി വെച്ചിട്ടാ. 2 പേര് ഒത്തിട്ടല്ലാതെ എങ്ങനെ? താഴോട്ട് പഠിച്ചു വരുമ്പോൾ ഒരുത്തൻ വീണാ മറ്റവൻ എഴുന്നേൽപ്പിക്കും. ഇത് ദൈവത്തിന് അറിയാം. ഞാൻ ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാൻ ചിലർക്ക് ബുദ്ധിമുട്ട് വരുമെന്നും എനിക്കറിയാം. മിക്കവാറും പിള്ളേർ കയറി ഉടക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളിൽ ഒന്നെങ്കിൽ പിതാവ് വേർപെട്ടു, അല്ലെ മാതാവ് വേർപെട്ടു. വിശേഷിച്ച് അമ്മ കടന്നുപോയി. 2-3 മക്കളുണ്ട്. അവര് കുടുംബസ്ഥരായി. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വിദേശത്തോ വിദൂരതയിലോ ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അപ്പൻ ഒറ്റയ്ക്കായിരിക്കാം വീട്ടിൽ പാർക്കുന്നത്. അങ്ങനെയുള്ള മക്കളോടും മരുമക്കളോടും വേണ്ടപ്പെട്ടവരോടും പറയാറുണ്ട്, ആ അപ്പൻ ഒന്നുകൂടെ വിവാഹം കഴിക്കുന്നത് നന്നായിരിക്കും. പിള്ളേർക്ക് സന്തോഷം വരികയെന്ന് എനിക്കറിയാം. അതങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരോട് ചോദിക്കണം, ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അത് ജഡീക ഉല്ലാസങ്ങൾക്ക് തൃപ്തി വരുത്താനുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ ഈ സൂചിപ്പിച്ചത്. തെറ്റിദ്ധരിക്കരുത്. മക്കൾ കുടുംബസ്ഥരാ, ചിലപ്പോൾ വിദൂരതയിലോ മറ്റു സ്ഥലങ്ങളിലോ ആയിരിക്കാം. 10, 65, 70 വയസ്സുള്ള അപ്പൻ ഏകനായിട്ട് പാർക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ അലട്ടാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ജോലിക്കാരിയുണ്ട്, ജോലി ചെയ്ത് വെച്ചങ്ങ് പോയി. അല്ലെ മറ്റു സർവൻ്റ് ഒക്കെ ഉണ്ട്, അവരൊക്കെ സന്ധ്യയ്ക്ക് അവരുടെ വീടുകളിൽ പോയി. വൈകുന്നേരത്തെ രാത്രിയിൽ ഒരു വിഷമം ഉണ്ടായി, ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ കൂട്ടിന് ഒരാളുള്ളത് വളരെ അനുഗ്രഹം. നിങ്ങളെല്ലാവരും വളരെ സ്തംഭിച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അല്ല, ഉച്ച കഴിഞ്ഞ് അപ്പനെ പിടിച്ച് കെട്ടിക്കാനല്ല പറഞ്ഞത്.
ഫ്രണ്ട് ഇരുന്ന അമ്മാമ്മ എന്തോ ചെറുതായിട്ട് പറഞ്ഞു മറ്റേ അമ്മാമ്മയോട്, പാസ് ഇതൊന്നും പ്രസംഗിക്കണ്ട, വേറെ പ്രസംഗിക്കാനാണോ ഏതാണ്ട് പറഞ്ഞു. അതോ എനിക്ക് ഗുണം വരുന്ന കാര്യമാണെന്നാ പറഞ്ഞേ? എന്നാ കുഴപ്പമില്ല, എന്നാ ഒന്നുകൂടെ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഇവരേകരായിട്ടിരിക്കുന്നത് നന്നല്ലെന്ന് ദൈവത്തിന് ബോധ്യം വന്നു. ഇടയ്ക്ക് കയറി പറയുകയാ, എന്തിനായി കുടുംബജീവിതം? അതിനെപ്പറ്റി പല കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓടിച്ചൊന്ന് പറഞ്ഞേച്ച് നമ്മുടെ വിഷയത്തിലോട്ട് വരണം. ഈ വേദവികാരത്തിൽ സാറ് ഒന്ന് രണ്ട് പ്രയോഗം കൊടുത്തിട്ടുണ്ട് കുടുംബജീവിതം എന്തിനാന്നുള്ളതിന്, നല്ല ഒന്ന് രണ്ട് ആശയങ്ങൾ. അപ്പൊ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഏകാന്ത ജീവിതത്തെ ജനപുഷ്കലമാക്കും, രോഗാഭിഭവം നീക്കി ആരോഗ്യമരുളിടും, ജീവിതം തൃണമാക്കും, നിമിഷം യുഗമാക്കും, ഭാവന ശക്തിയേറെ വളർത്തും, നഷ്ടമാക്കും, ശങ്കയെ നിഷ്കാസിക്കും, ബന്ധനം വേർപെടുത്തും, ശൃംഖല പൊട്ടിച്ചിട്ട് സ്വാതന്ത്ര്യ ഭൂവിലെത്തും. എന്തുതാൻ ഇതിൽ പരം സാധ്യമല്ലാത്തതോർക്കിൽ അന്ധതാ മിശ്രത്തെയും ആനന്ദപൂർണമാക്കുമെന്ന്. അതെല്ലാം വ്യാഖ്യാനിച്ച് പറയുവാൻ ഇന്ന് രാവിലെ തുനിയുന്നില്ല. എങ്കിൽ ആ പ്രഥമ പ്രയോഗം ഏകാന്ത ജീവിതത്തെ ജനപുഷ്കലമാണ്. ദൈവം വെച്ചതാണ്. ഏകാന്തത പല ബുദ്ധിമുട്ടുകൾ ഉളവാക്കും. അപ്പോൾ ഏകാന്ത ജീവിതം മാറ്റി ജീവിതം ജനപുഷ്കലമാക്കി തീർക്കത്തക്ക ഉദ്ദേശത്തോടാണ് ദൈവം കുടുംബജീവിതത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. രോഗാഭിഭവം നീക്കി ആരോഗ്യമരളിടുമെന്ന ഈ ഞാൻ ചൊല്ലുന്നില്ല, നീതിസാരത്തിൽ ഒരു പ്രയോഗമുണ്ട്, 10 വൈദ്യന്മാരെക്കാൾ ഫലപ്രദമാണ് ഒരു ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ പ്രായവും പക്വതയും ജീവിതത്തിൽ ഇരുത്തം വന്നവരായി എന്നെ കേൾക്കുന്നത്. ഞാൻ മാറി നിന്നെങ്കിലേ ശരിയാവുള്ളൂ. ഉണ്ടല്ലേ? എവിടെ നിൽക്കണം? ഇവിടെ നിന്നാ മതിയോ? ഇവിടെ മതിയോ മോനെ? അപ്പൊ ശ്രദ്ധിക്കുക, 10 വൈദ്യന്മാരെക്കാൾ ഫലപ്രദമാ ഒരു ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ, നല്ലൊരു ഭാര്യയെ കിട്ടിയാൽ പാപ്പച്ചൻ കൂടെ കൂടെ ആശുപത്രി പോകണ്ട. ഇതെന്നും കാറ് പിടിച്ച് ബത്തേരിന്ന് കാറ് പിടിച്ച് പോവാ. ഇവിടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ അങ്ങനെ ഹോസ്പിറ്റലില്ലേ? ഞാൻ പിന്നെ പറഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനെ അറിയാൻ പാടില്ലാത്ത രൂപത്തിൽ ഇരിക്കുന്നു. അതോ ഇനി ആശുപത്രി പോകുന്നതുകൊണ്ടാണോ? ഉത്തമയായ ഒരു സ്ത്രീ, ഒരു സഹധർമ്മിണിയെ കിട്ടിയാൽ അത് 10 വൈദ്യന്മാരെക്കാൾ ഫലപ്രദമാണ്. രോഗാഭിഭവം നീക്കി ആരോഗ്യമരളിടുവെന്ന്. ആരോഗ്യമരളിടും. ആട്ടെ, ഞാൻ ആ ഭാഗം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പലർക്കും ഒരു സന്തോഷമോ മുഖത്തൊരു പ്രസാദമോ ഒന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ആ ഭാഗം ഞാൻ ഇനി പറയുന്നില്ല. വെറുതെ ഒരു അലോഗ്യം ഉണ്ടാക്കുന്നില്ല, വിട്ടേക്ക്. ഇനി അത് തൊടത്തില്ല. എന്തായാലും ദൈവം രണ്ടുപേരെയും തോട്ടത്തിലാക്കി. തോട്ടം കാക്കണം എന്നുള്ള പ്രയോഗം വന്നപ്പോൾ ഓർക്കണം, ആരോ ഇതിനകത്ത് കയറി കൂടാൻ സാധ്യത ഉണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞാൽ തോട്ടം കാത്തില്ല. തോട്ടം കാക്കാഞ്ഞത് കൊണ്ട് തോട്ടത്തിനകത്ത് പാമ്പ് കയറി. ഈ ആദി മാതാപിതാക്കളാകുന്ന ആദമിനെയും ഹൗവയെയും പാമ്പ് ചതിച്ചു, വഞ്ചിച്ചു. പാപം ചെയ്തത് ആദമാണ്. സഹോദരിയെ പിശാച് വഞ്ചിച്ചു.
സ്ത്രീ എത്രയും വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. പക്ഷെ പാപം ചെയ്തത് ആദമിനെയാ ദൈവം ചോദിച്ചത്, ആദമിനോടാ. ഒരു ചിന്തയാ. വിലക്കപ്പെട്ട കനി പാപിന്റെ വശീകരണത്താൽ അത് പറിച്ച് ഭക്ഷിച്ചു. വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു. അതൊക്കെ നല്ല കാര്യമാണ്. ഏതാ ഈ കൽപ്പന തെറ്റിച്ചതല്ല. ഏതാ നല്ല കാര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചേ? കഴിച്ചേ ചാന്നലും പുള്ളിക്ക് കൊടുത്തു, അത് നല്ല കാര്യമാണ്. അല്ല തന്നെ കഴിച്ചേച്ച് കുറിയെല്ലാം തൂത്ത് പുള്ളി വരുമ്പോ ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ, അതൊരു നല്ല പ്രവണതയല്ല. ഒരു ചോക്ലേറ്റ് ആണെങ്കിലും ഒരാൾ തന്നു, ഷുഗർ കാണും, പുള്ളിക്കും ഷുഗർ കാണും, അതൊക്കെ ശരിയാ. എന്നാലും ഒരു ചോക്ലേറ്റ് അമ്മാമ്മ ഒറ്റയ്ക്കുള്ളപ്പോ കൊണ്ട് തന്നു, പകുതി കഴിച്ചേച്ച് അച്ചായന് പകുതി. നിങ്ങൾ എന്തേലും ഒന്ന് പറ. അപ്പൊ ഇത് നല്ല കാര്യമാണ്. കഴിച്ചേച്ചാന്നേലും അദ്ദേഹത്തിന് കൊടുത്തു. ഇവിടെ പിള്ളേർ പറയുന്നുണ്ട് ആൻസർ ഇരുന്ന്, അത് നല്ല കാര്യമാണ്. അപ്പൊ ഈ സ്ത്രീ ഈ ഫലം പറിച്ചു തിന്നു. എന്റെ ഒരു ചിന്തയും ആശയമാണ്, ഉപദേശമല്ല, ആശയമാണ്. ഈ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് പിശാചിന്റെ പാപിന്റെ ചതിയിൽ അകപ്പെട്ട് ഇത് ഭക്ഷിച്ചു കഴിഞ്ഞ് ആദമിന്റെ അടുക്കൽ ഈ സ്ത്രീ ഫലവുമായിട്ട് വന്നല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായം, ഒരു ആശയം, ഉപദേശമല്ല, ഇതിനൊരു നീക്കുപോക്കിന് ആദാം അത് കഴിക്കരുതായിരുന്നു. അപ്പൊ ആദാം ചോദിക്കണമായിരുന്നു, ഇത് ഏത് കായ, ഇത് എന്തിന്റെയാ? അപ്പോൾ നിശ്ചയമായിട്ടും ഹവ്വ പറയും, ഇത് ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ആ വൃക്ഷത്തിന്റെ ഫലമാ. നീ എന്തിനാ ഇത് ചെയ്തേ? ചോദിക്കണ്ടേ? നീ തെറ്റല്ലേ കാണിച്ചേ? അപ്പം സ്ത്രീ പറയാൻ വെച്ചാ, ഞാന് പാമ്പെന്നെ ചതിച്ചതാ. അത് ഞാനില്ലാത്തപ്പോ നീ പാമ്പുമായിട്ട് മിസ് കോള് വിട്ടത് കൊണ്ടല്ലേ ഇത്രയും. ഇതിനോട് ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞ് ആവശ്യമില്ലാത്ത നമ്പറെല്ലാം ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ? ആട്ടെ, എനിക്കിപ്പം വേണ്ട, ഞാൻ കഴിക്കുന്നില്ല, വെയിറ്റ് ചെയ്യുക. വെയിലാറുമ്പം ദൈവം വരും, നമുക്ക് നേരിട്ട് ചെന്ന് ചോദിക്കാം. ഇങ്ങനെ പറയണ്ടേ? നിങ്ങളൊരു അഭിപ്രായം പറ. നിങ്ങളല്ലേ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? അതല്ലേ ഞാനും പറയുന്നത്, പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കാതിരിക്കുന്നേ? ഉപദേശമല്ലേ പറഞ്ഞത്, ഒരു ആശയമാണ്. അപ്പോൾ വിലക്കപ്പെട്ട ഈ കനി ഭക്ഷിച്ച് ആദമിന്റെ കായുമായിട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ ഫലവുമായിട്ട് വന്നപ്പോൾ പറയണ്ടേ, ഈ കാണിച്ചത് തെറ്റാ. നമ്മളെന്ത് സന്തോഷമായിട്ട് തോട്ടത്തിൽ പാർക്കുക, തെറ്റിപ്പോയി. അപ്പൊ വേണേ അമ്മാമ്മ പറയാം, അച്ഛനോട് കഴിക്കാം, അച്ഛാ ഞാൻ തന്നെ കഴിച്ചു നിന്നിട്ട് എനിക്കൊരു വെപ്രാളം. അതൊക്കെ ന്യായമാണ്. അമ്മാമ്മ എന്നെ ചിരിച്ചേ, ആശയത്തോട് യോജിച്ച് ചിരിച്ചതാ. പിള്ളേർക്ക് വിവരമുണ്ട്. പിന്നെ ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞേ? അപ്പൊ ഈ ആദാം വെയിറ്റ് ചെയ്യണം, പറയണമായിരുന്നു, നീ വെയിറ്റ് ചെയ്യ, നീ അല്ലയോ കടിച്ചത്, ഞാൻ കടിച്ചിട്ടില്ല, നിനക്കല്ലയോ ഇനി അങ്ങോട്ട് ചെല്ലാൻ ലജ്ജ, ജാള്യത, നീ അവിടെ വെയിറ്റ് ചെയ്യ, ഇത് ബാക്കി പിടിക്കേ. ദൈവം വെയിലാറുമ്പം വരും, ഞാൻ ചെല്ലട്ടെ, ഞാൻ ചെന്ന് ചോദിക്കട്ടെ. എന്തെങ്കിലും പോക്ക് വഴി കാണും, എന്തെങ്കിലും പോക്ക് വഴി അവിടുത്തെ പക്കൽ കാണും. നീ അനുദപിക്ക്, ഏറ്റു പറഞ്ഞുകൊണ്ട് നിൽക്കേ. ആദാം ഇത് പറയായിരുന്നു വേണ്ടേ?
എന്റെ അഭിപ്രായമാ. സഹധർമ്മിണി അവിടെ നിർത്തി വെയിലാറിയപ്പം ദൈവത്തിന്റെ കാലൊച്ച കേട്ടു. നേരിട്ട് എന്നേച്ച് ആദവനിയല്ലാവല്ലോ ചെന്ന് പറയാറുണ്ട്, കർത്താവേ സങ്കടം ഉണർത്തിക്കാനുണ്ട്. കർത്താവിന് ഇതെല്ലാം അറിയാം, എന്നാലും നമ്മൾ പറയേണ്ട കാര്യം പറയണം. നീ എനിക്ക് തുണയായി തന്ന പ്രിയപ്പെട്ടവള് പിശാചിന്റെ വശീകരണ ശക്തിയിൽ അകപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് ആ ഫലം പറിച്ചു തന്നു. അവളാണ്ട് ആഞ്ഞിലിക്ക് മറഞ്ഞു നിപ്പോണ്ട്. ഇങ്ങോട്ട് വരാൻ നാണവും ജാള്യതയും ഭയവും ഒക്കെയാണ്. ഞാൻ കഴിച്ചില്ല, ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴി അവിടുന്ന് കൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ചിന്തയാ, സർവജ്ഞനായ ദൈവം എന്തെങ്കിലും നീക്കുപോക്കുണ്ടാകും. സ്തോത്രം. ആദാം അത് ചെയ്തില്ല. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, ആദാം തന്റെ ലംഘനത്തെ മൂടി വെച്ചു. ആദാം തന്റെ ലംഘനത്തെ മൂടി വെച്ചു. പ്രവചന പുസ്തകത്തിലുണ്ട് ആദാം പാപം ചെയ്തു, ഹവ്വ പാപം ചെയ്തെന്നല്ല എഴുതിയേക്കുന്നത്, വഞ്ചിക്കപ്പെട്ടെന്ന. അതുകൊണ്ട് ഒരു കാര്യം കേൾക്കുമ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടി ഒന്നും പറയരുത്, മറുപടി പറയരുത്, പ്രവർത്തിക്കരുത്. വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് കർത്താവ് ഉപവസിച്ച സമയത്ത് പിശാച് വന്നു, പരീക്ഷകൻ വന്നു. നമുക്ക് ഭാഗം അറിയാം. 3 വിധത്തിലാ അതിന്റെ പ്രയോഗശൈലി. അതിൽ ഒരു പരീക്ഷ ദൈവാലയത്തിന്റെ ഗോപുരാഗ്രത്തിൽ കയറ്റിയതിനു ശേഷം പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനാ. അതെ, സംശയം ജനിപ്പിക്കുക, നീ ദൈവപുത്രനാ. അങ്ങനെയാണെങ്കിൽ എടുത്ത് താഴോട്ട് ചാട്. സങ്കീർത്തനത്തിലെ വാക്യവും പിശാച് പറഞ്ഞു. അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാല് കല്ല് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ. അപ്പൊ ഒരു ചെറിയ ചിന്ത, എടുത്ത് ചാടിക്കോ, ദൂതൻ നിന്നെ താങ്ങും. വാക്യം സഹിതവാ പിശാച് പറഞ്ഞു. കർത്താവ് മറുപടി പറഞ്ഞത് അങ്ങനെ അല്ലെങ്കിൽ ഒരാശയം. കർത്താവ് പറഞ്ഞത് വേറൊരു വാക്യവും കൂടെ ഉദ്ധരിച്ച, എന്നിരുന്നാൽ ഒരു ആശയം ഞാൻ പറയാം. പിശാച് പറയാ, നീ ദൈവപുത്രനാ. അതെ, 92 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, ദൂതൻ താങ്ങും. എടുത്ത് ചാട്, ദൂതൻ താങ്ങും. കർത്താവ് പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഒരു ആശയം, കർത്താവ് പിശാചിനോട് വേണേ മൗനമായിട്ടാണെങ്കിലും പറഞ്ഞു കാണും, ദൂതൻ താങ്ങും. അതിനൊരു തർക്കവുമില്ല. അശ്ശൂർ പാളയത്തിൽ ദൂതൻ ഇറങ്ങി, ദാനിയേലിന് വേണ്ടി ദൂതൻ ഇറങ്ങി. സംഭവം പിന്നീടാണെങ്കിലും പത്രോസിന് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി. ദൂതൻ അന്നും ഇന്നും എന്നും ദൈവമക്കൾക്ക് സേവകാത്മകളല്ലേ ഇറങ്ങും. പിശാച് പറഞ്ഞ് എടുത്ത് ചാടിക്കോ, ദൂതൻ താങ്ങും. കർത്താവ് പറഞ്ഞു കാണും, ദൂതൻ താങ്ങും, എടുത്തുചാട്ടക്കാരെ താങ്ങുകയല്ല. ദൈവമക്കൾ എടുത്ത് ചാടി ഒന്നും പ്രവർത്തിക്കരുത്, ഒന്നും പറയരുത്. ചിലര് സഭയിൽ വഴക്കുണ്ടാക്കി എടുത്ത് ചാടി അതും ഇതൊക്കെ പറയാം. അവസാനം പിന്നെ കമ്മിറ്റി കൂടി പറയാൻ, ഞാൻ അന്നേരത്തെ ആ ദുർബല നിമിഷത്തിൽ എന്തോ പറഞ്ഞു, ബേച്ചാൻ എന്നോട് അങ്ങ് നിനക്ക് അന്നേരം മിണ്ടാതിരുന്നാ പോരായിരുന്നു. പോരെ? സ്തോത്രം. വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. എടുത്ത് ചാടി ദൈവമക്കളൊന്നും ചെയ്യരുത്. പിശാച് പറഞ്ഞു എടുത്ത് ചാടിക്കോ, ദൂതൻ താങ്ങും. കർത്താവ് പറഞ്ഞു ദൂതൻ താങ്ങും, പക്ഷെ എടുത്തുചാട്ടക്കാരെ താങ്ങുകയില്ല. ഉദാഹരണം, ഞാൻ പറയാനുണ്ട്, നിങ്ങൾക്കറിയാം, ദാവീദിന്റെ കയ്യിൽ 2 പ്രാവശ്യം ശൗലിനെ ഏൽപ്പിച്ചു. 2 പ്രാവശ്യം. ശത്രുതയുള്ള കാലമാണ്. 2 പ്രാവശ്യം. ഒരിക്കല് അതുല്ലാം ഗുഹയ്ക്കൊക്കെ തിരിക്കുക. പാറാൻ മരുഭൂമിയിൽ, അതുല്ലാം ഗുഹയിൽ, ഏൻഗതിയിലും കാട്ടാട്ടിൻ പാറയിൽ നിന്ന് വേണ്ട ശൗലിനെ പേടിച്ച് ഒളിച്ചൊളിച്ച് പോവുക, ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുക. അപ്പൊ ഒരിക്കലും ഇങ്ങനെ ദാവീദും അവന്റെ ആൾക്കാരും കൂടെ കടന്നു പോയപ്പോൾ ശൗലും അബ്നേരും എല്ലാം കിടന്ന് ഉറങ്ങുക. അപ്പൊ ദാവീദിന്റെ കൂടെയുള്ള
അബീഷായി പെങ്ങടെ പിള്ളേർ, അബീഷായി സെരൂയുടെ മക്കളാ. യോവാബ്, അബീഷായി, അസാഹേല്. അവൻ കാട്ടുകലയെ പോലെ ശീഘ്രഗാമിയാ. യോവാബ് ഉടനെ പറഞ്ഞു, എന്റെ ഭാഷയില, അച്ഛാ നല്ല ഉറക്കവാ, തീർത്തേക്കട്ടെ എന്ന് ചോദിച്ചു. ഗാഠനിദ്രയാ, തട്ടിയേക്കട്ടെ. ഞാനോ നിങ്ങളോ ആരെന്നെ പറയും, സ്തോത്രം, തട്ടിയേച്ചു വാ, ഞാൻ അവിടെ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ കാണും. അവസരം കിട്ടിയാൽ ആരാ വിടാത്തെ? ഗാഠനിദ്രയാ, തീർത്തേക്കട്ടെ എന്ന് ചോദിച്ചു. നിന്നെ ഇതുപോലെ ശല്യം ചെയ്തു കൊടുത്താൽ വേറെ ഇല്ലല്ലോ. തീർക്കാം, നല്ല സാവക. നമ്മളാന്ന് പറയും, നമ്മളെ ദൈവാത്മാവാ ഇതിലെ, ഇതുപോലൊരു അസുലഭ നിമിഷം ഇനി. അപ്പൊ എടുത്ത് ചാടി വെട്ടിക്കളയാൻ, തകർക്കാന്ന് പറഞ്ഞപ്പോൾ ദാവീദ് തൊട്ടു പോകരുതെന്ന് പറഞ്ഞു. അവൻ യഹോവയുടെ അഭിഷിക്തനാ. പിന്നെ ദാവീദ് ആ കുന്തോൻ ജലപാത്രം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അത് എടുത്തോണ്ട് വന്ന് ഒന്ന് കൂകി. അപ്പോൾ ഇവൻ എഴുന്നേറ്റു. അപ്പൊ ചോദിച്ചു, ഇങ്ങനെയാണോടാ രാജാവിനെ സൂക്ഷിക്കുന്നത്? അപ്പൊ അമ്മായിയപ്പൻ അത് അറിഞ്ഞു. ഉടനെ പുള്ളിക്കൊരു എന്തുവാ പെട്ടെന്നൊരു മാനസാന്തരം. അത് യഥാർത്ഥ മാനസാന്തരമല്ല, ചിലക്ക് അങ്ങനെ ഉണ്ട്. ചില യോഗത്തിന് ഇരിക്കുമ്പോൾ ഒരു മാനസാന്തരം. ഹോളിന് വെളിയിറങ്ങുമ്പോൾ പഴയ തനി സ്വരൂപം. പിന്നെ ഹോളിന് വെളിയിൽ വണ്ടിയിലോട്ട് കയറുമ്പോൾ, വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ തന്നെ അരിജം കയറിയ നമ്മൾ യോഗം കഴിഞ്ഞ് ഇവിടെ നിന്ന് കണ്ണുനീരും കർത്തമേശയുടെ സമയത്തൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കഴിഞ്ഞ നിങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ വേറൊരു വണ്ടി കിടക്കട്ടെ, അന്നേരം തനി സ്വരൂപം മനസ്സിലാകുന്നില്ലേ? ഇതുപോലെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ ദാവീദും അവന്റെ ആൾക്കാരും ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ ശൗലും ആൾക്കാരുടെ ആ ഗുഹയ്ക്കകത്തോട്ട് കാൽമടക്കത്തിന് കയറി വരിക. അപ്പോൾ കൂടെയുള്ള ഈ പെങ്ങളുടെ പിള്ളേര് പറഞ്ഞു, ദാവീദേ, നിന്റെ വൈരി ശത്രുവ് നിന്നെ ചതിച്ചു വഞ്ചിച്ചു ചുവരോട് കുന്തം കൊണ്ട് കുത്തി തകർത്ത് കളയുവാൻ പദ്ധതി ഇട്ട് പാപിച്ച നിന്റെ വൈരി ശത്രുവാകുന്ന ശൗലിനെ ദൈവം കൊണ്ടുവരിക, കയറി വെട്ടാൻ പറഞ്ഞു. ദൂത് പറയാൻ പോലെ പറഞ്ഞു, ദൈവം കൊണ്ടുവരിക, കയറി വെട്ടാൻ പറഞ്ഞു. ദാവീദ് പറഞ്ഞു, തൊട്ടുപോകരുത്, അവൻ യഹോവയുടെ അഭിഷിക്തനാണ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ ശൗലിന് അഭിഷേകം ഒന്നുമില്ല. 16-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിനെ ബാധിച്ചു. ഈ അതിന് മുന്നിലുണ്ട് അസൂയയും കണ്ണുകടിയും എല്ലാം അങ്ങ് കൂടി. ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000. ഇതൊക്കെ അസൂയയും തന്നിഷ്ടവും സ്വാർത്ഥതയും ഇതെല്ലാം കൂടെ അങ്ങ് കൂടി. തന്നെയല്ല, ഈ ദുരാത്മാവ് ദൈവത്തിന്റെ പക്കൽ നിന്ന് വന്ന് ആ ദുരാത്മ ബാധിതനായി കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ശൗല് അരമനയ്ക്കകത്ത് കയറി ഉറഞ്ഞു പറഞ്ഞെന്ന. ദൈവാത്മാവിലല്ല. പക്ഷെ എന്നാലും ദാവീദിന്റെ ആ ഡയലോഗ്, തൊട്ടുപോകരുത്, യഹോവയുടെ അഭിഷിക്തന്, സ്തോത്രം. ദാവീദ് ഉടനെ തുടരുത്, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. എടുത്തിയാണെന്നില്ല. അപ്പൊ എടുത്ത് ചാടി വെട്ടാൻ കൂടെയുള്ളവര് പറഞ്ഞപ്പോ ദാവീദ് പറഞ്ഞു, ഞാൻ എടുത്ത് ചാടത്തില്ല. ദൈവമക്കൾക്ക് ഇതൊരു പാഠമാ. എടുത്ത് ചാടി ഒന്നും പറയരുത്, എടുത്ത് ചാടി ഒന്നും സംസാരിക്കരുത്, എടുത്ത് ചാടി ഒന്നും പ്രവർത്തിക്കരുത്. നീ സഹിഷ്ണുതയോടെ താഴ്മയോടെ കാത്തിരിക്കണം. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾക്കും ചിലർക്കറിയാം, മിക്കവരും അവിടുന്ന് വന്നവരാന്നല്ലോ വർഷം കഴിഞ്ഞെങ്കിലും. അപ്പം ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു അരിശത്തിന് കിണറ്റി ചാടാം, ബാക്കി നിങ്ങൾ പറയാറിയാവുന്നൊരു മനസ്സിലായോ? കാത്തിരിക്കണം. ദാവീദ് പറഞ്ഞ് എടുത്ത് ചാടിയാനൊന്നും ചെയ്യത്തില്ല. പിന്നെ ദാവീദ് ഈ ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം അല്പം മുറിച്ചെടുത്തു. വസ്ത്രാഗ്രം അത് വൈരാഗ്യത്തിന് മുറിച്ചതല്ല, തെളിവിന് മുറിച്ചതാണ്. കാരണം നാളെ ഒരു അവസരത്തിൽ ഇവർ തമ്മിൽ കാണുമ്പം ദാവീദിന് വേണേ സാക്ഷ്യം പറയാം, നിന്നെ എൻ്റെ കയ്യിൽ പരുവത്തിന് പണ്ട് ഗുഹയ്ക്കകത്ത് വെച്ച് കിട്ടിയതാ, പക്ഷെ ഞാൻ ദൈവവൈദ്യരായതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്, എൻ്റെ ശൈലിയാ, സ്നാനപ്പെട്ട് മറുഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു പെന്തിക്കോസുകാരനായതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും, നിങ്ങൾ എന്തേലും പറ,
ചെയ്യാഞ്ഞതാന്ന് പറയണം. അപ്പൊ അങ്ങനെ പറയുമ്പോ ശൗല് എതിർക്കും. ഞാൻ അങ്ങനെ ഒന്നും നിന്റെ മുന്നിൽ വന്നിട്ടില്ല, അങ്ങനെ വന്നാ നീ എന്നെ വിടുവോടാ എന്നൊക്കെ ഇവൻ കയറി ശടിക്കും. ദുരാത്മാവല്ലേ. അന്നേരം ആ തെളിവിന് കാണിക്കാൻ ആ വസ്ത്രത്തിന്റെ അഗ്രതയുടെ അന്ന് മുറിച്ചതാ അല്പം. അടുത്ത വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് വൈരാഗ്യത്തിനോ വാശിക്കോ ഇവൻ നശിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ മുറിച്ചതല്ല, വസ്ത്രാഗ്രഹം ഒരല്പം, അല്പമേ വസ്ത്രാഗ്രഹം മുറിച്ചു. അടുത്ത ഭാഗത്തുണ്ട്, എന്നിട്ട് തന്നെ ദാവീദിന്റെ മനസാക്ഷി കുത്തി തുടങ്ങി. ആ തുണിയുടെ അറ്റം മുറിച്ചിട്ട് തന്നെ മനസാക്ഷി. നമ്മൾ ചില ആൾക്കാർക്ക് ബണ്ടില് കണക്കിന് തുണി എടുത്താലും ഒരു കുത്തലും, ജൗളിക്കട മൊത്തം മൂട്ടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുക, എന്നാലും എല്ലാരും എടുക്കപ്പെട്ടതാണോ? വലിയ അനക്കമൊന്നും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പേരും പ്രശസ്തിയും സ്ഥാനമാനവും ഒന്നും ലഭിച്ചില്ലെങ്കിലും മനസാക്ഷി നല്ലതായിരിക്കണം. ആ ഫാൻ കറങ്ങുന്നില്ലേ? ലൈറ്റ് ആണല്ലോ ഓഫ് ആക്കിയത്. പിന്നെ ഫാൻ വേണമെന്നാന്നോ വേണ്ടെന്നാന്നോ? വേണ്ട. നിങ്ങൾക്ക് ഫാൻ വേണോ? വേണം. വേണ്ട, കുഴപ്പമില്ല. ഇതൊന്ന് ഓഫ് ആക്കിയ മോനെ, അത് അവർക്ക് ഫാൻ വേണ്ട. കുഴപ്പമില്ലല്ലോ, അതും വേണ്ടായല്ലോ. ഇതെല്ലാം ക്രമീകരണം ചെയ്താൽ 1 മണി വരെ ഒന്ന് ഒരു മണി എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഇവിടെ പേര് പ്രശസ്തി സ്ഥാനവും മാനവും അങ്ങാടിയിൽ വന്നനോ പള്ളി മുഖ്യാസനോ ആൾക്കാർ റബി റബുനി ഒന്നും വിളിച്ചില്ലെങ്കിലും, എല്ലാരും നിന്നെ അറിയുന്നില്ലെങ്കിലും, പത്രത്തിലും നോട്ടീസിലും ഒന്നും പേര് വരുന്നില്ലെങ്കിലും, നീ സഭയുടെ സെക്രട്ടറി ആയില്ലെങ്കിലും, ട്രഷറർ ആയില്ലെങ്കിലും, കമ്മിറ്റിയിലൊന്നും 30 കൊല്ലമായി ഇന്ന് വരെ നിന്നെ കമ്മിറ്റി കയറായിരിക്കുന്ന നല്ലത്. ഉള്ള പ്രാഗൽഭ്യം കൂടെ പോയി, ചില പ്രാഗൽഭ്യം ഉണ്ട്, അതുകൂടെ കളയരുത്. സോദരി സമാജത്തിന്റെ പ്രസിഡന്റ് ആക്കിയില്ലെങ്കിലും, സെക്രട്ടറി ആക്കിയില്ലെങ്കിലും, ദൈവദാസന്മാരാന്നേലും വന്ന് സംസാരിക്കുന്നില്ല, സഹകരിക്കുന്നില്ല, വീട്ടിലധികം വന്നില്ലെങ്കിലും, എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കുന്നില്ല, കരുതുന്നില്ലെങ്കിലും, ഒരു കാര്യം ദൈവദാസൻ എന്നുള്ള നിലയിൽ വചനത്തിൽ നിന്ന് പറയാം, നല്ലൊരു മനസാക്ഷി കൊണ്ട് നീ രക്ഷപ്പെട്ടു. നിന്റെ സന്തതിക്കും രക്ഷയാ. പ്രയോഗം അതല്ലെങ്കിലും ഒരാശയം സങ്കീർത്തനക്കാരൻ ഇങ്ങനല്ലയോ കൊടുത്തിരിക്കുന്നത്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവൻ, അത് നിശ്ചയമാണ്. നല്ല മനസാക്ഷിയോടെ, ശുദ്ധ മനസാക്ഷിയോടെ, നിർവ്യാജ സ്നേഹത്തോടെ, പരമാർത്ഥ ഹൃദയത്തോടെ, ആരോടും വൈരാഗ്യം തോന്നാതെ, ദൈവകൃപയിൽ ശരണപ്പെട്ട് ഒരു നല്ല മനസാക്ഷി സ്തോത്രം ഉണ്ടെങ്കിൽ നിനക്ക് നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. ദാവീദ് എടുത്ത് ചാടാൻ കാര്യം പറയാം. ദാവീദ് കൊണ്ട് തൊട്ടു പോകരുത്. ഞാൻ എടുത്ത് ചാടത്തില്ല, കാരണം ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്നവന്. യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുക. വേറൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ ഉഷസ്സിനായി കാത്തിരിക്കുന്നയാളാണ്. വേറൊരു ഭാഗത്ത് നമുക്കറിയാം, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. പ്രവാചകൻ പറഞ്ഞു, യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. ദൈവത്തിന്റെ ഹിതത്തിനും ദൈവത്തിന്റെ പ്രവർത്തിക്കും ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. മാത്രമല്ല, നിന്നെ ദൈവം ശക്തീകരിക്കും. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. ആമേൻ. കാത്തിരിക്കും വിശുദ്ധ
മധ്യാകാശ മണിയറയിൽ കാന്തനുമായി മധ്യാകാശ മണിയറയിൽ കാന്തനുമായി വേളി കഴിപ്പ യേശു എൻ്റെ അടിസ്ഥാനം ആശയം അവനിലത്രേ അവൻ എന്നെ വഴി നടത്തും അലയാതെ അവൻ എന്നെ വഴി നടത്തും എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് കാത്തിരിക്കണം. ആട്ടെ, എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തേണ്ടത് കൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പോകുക. ഇടയ്ക്കത്തെ ഭാഗം വിശദീകരിച്ച് പോകുന്നില്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ആദമിനെ ഹവ്വയെയും തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കി ഇവർ ജീവിതം ആരംഭിച്ചു. തലമുറകളുണ്ടായി. ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. കയ്യനും ഹാബേലിനെ കൊന്നു. വീണ്ടും ആദമിന് ഒരു തലമുറയെ ദൈവം കൊടുത്തു. കയ്യൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞവനെ ഷേത്ത് എന്ന് പേരിട്ടു. ഷേത്തിൽ നിന്ന് ഏനോഷ് നിന്ന് കേനാൻ, മഗലേല്, യാരദ്, മധുശലേക്ക്, അങ്ങനെ നിങ്ങൾക്ക് തലമുറയാ. അങ്ങനെ വന്ന് അബ്രഹാമിൽ നിന്ന് ഇസഖാക്കിൽ നിന്ന് യാക്കോബിൽ നിന്ന് ഗോത്രപിതാക്കന്മാരാകുന്ന 12 പേര്. ഇവര് യോസഫിന്റെ കാലത്ത് മിസ്രൈമിലെത്തി. അങ്ങനെ ആയിരിക്കുന്നത്. യോസഫിന്റെ കാലത്ത് ഇവര് മിസ്രൈമിൽ എത്തി. അവിടെ ഒരു കണക്ക് എത്ര പേര് വന്നെന്നാ? 70 പേര് വന്നെന്ന. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. 3 വാക്യങ്ങൾ നിങ്ങൾ ക്രമത്തിൽ ഉറക്കെ പെട്ടെന്ന് വായിക്കാമെങ്കിൽ വളരെ നന്നായിരിക്കും. ആദ്യം ഉൽപ്പത്തി 46-ന്റെ 27, അതിനുശേഷം പുറപ്പാട് 1-ന്റെ 5, അതിനുശേഷം ആവർത്തന 10-ന്റെ 22. യോസഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ. മിസ്രൈമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേർ. മിസ്രൈമിൽ വന്ന യാക്കോബിന്റെ കുടുംബം ആകെ 70 പേര്. ഇനി പുറപ്പാട് 1-ന്റെ 5. യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേര്. ഇനി ആവർത്തനം 10-ന്റെ 22. നിന്റെ പിതാക്കന്മാരെല്ലാം 70 ദേഹികളെന്നാ വായിച്ചത്. ദേഹികളായി മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ പിതാക്കന്മാർ 70 ദേഹികളായി മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 46-ന്റെ 27-ലും പുറപ്പാട് പുസ്തകം 1-ന്റെ 5-ലും ആവർത്തന പുസ്തകം 10-ന്റെ 22-ൽ 70 പേര് വന്നെന്ന. എന്നാൽ സ്തേവാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേര് വന്നെന്നൊരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ദൈവം അബ്രഹാമിനോട് 14. യോസേഫ് ആളെ അയച്ച് തന്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെ ഒക്കെയും വരുത്തി. അവർ ആകെ 75 പേരായിരുന്നു. അവരാകെ 75 പേര്. അവിടെ ദൈവദാസനാണോ വായിച്ചു? ആരോ അവിടെ വായിച്ചു. എന്നാലും പണം കരുത്, മൈക്കിൽ കൂടെ വായിപ്പിച്ചെന്നേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ ചടിയടാന്ന് വായിക്കണം കേട്ടോ. മോടെ പേരെന്തോ? സ്റ്റെഫാനിയ, നല്ല പേര്. മോടെ പേരെന്തോ? നീതു. നിഷ. നിങ്ങൾ രണ്ടും ജനിച്ചത് പെന്തിക്കോസിലായിരുന്നോ? അല്ല. ആ പേര് കേൾക്കുമ്പോൾ എനിക്കറിയാം. നമ്മളോ? കേൾക്കുമ്പോൾ അറിയാം. എന്നാലും നിങ്ങൾ 3 പേരും വായിച്ചു തരണം കേട്ടോ. ചടികടാന്ന് വായിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി 46-ന്റെ 27, പുറപ്പാട് 1-ന്റെ 5, ആവർത്തന 10-ന്റെ 22, ഈ 3 വാക്യത്തിൽ 70 പേര് മിസ്രൈമിലെത്തിയെന്ന. എന്നാൽ സ്തേവാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേര് വന്നെന്ന. അപ്പോൾ വേദപുസ്തകം വായിക്കുന്നവർക്ക് ഡൗട്ട് ഉണ്ടാകും. മറ്റു 3 സ്ഥലത്ത് 70 പേരെന്നും പുതിയ നിയമത്തിൽ വന്നപ്പം 75. അപ്പൊ ഇത് വായിക്കുന്നവർക്ക് ഡൗട്ട് ഉണ്ടാകും. ചുമ്മാ ഇരിക്കുന്ന നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുകയല്ല, വായിക്കുന്നവർക്ക് ഇത് ഡൗട്ട് ഉണ്ടാകും. അവിടെ 3 70, ഇവിടെ 75 തന്നെ. എന്തോ കുഴപ്പം.
ഇങ്ങനെ വേദപുസ്തകത്തിൽ ചില പ്രയോഗമുണ്ട്, ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കറിയാം. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ ബിലയാമിനോടുള്ള ബന്ധത്തിൽ ആ വിഷയം പഠിച്ചു വരുമ്പോൾ ബാധ കൊണ്ട് മരിച്ചു പോയത് 24,000 അങ്ങനല്ലേ കൊടുത്തേക്കുന്നത്? ബാധ കൊണ്ട് മരിച്ചു പോയത് 24,000 അങ്ങനല്ലേ മോളെ? സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലെ ബാധ കൊണ്ട് മരിച്ചു പോയത് 24,000 പേരെന്നല്ലേ? ആരും കണ്ടില്ലേ? ആ റെഫറൻസ് ഒന്ന് പറഞ്ഞ മോളെ. 9-ാം വാക്യമല്ലേ? 9-ാം മൈക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുത്ത്, മൈക്ക് അങ്ങോട്ട് മൈക്ക് കാണിച്ചു കൊടുക്കാൻ. ബാധ കൊണ്ട് മരിച്ചു പോയവർ 24,000 പേർ. 24,000 പേരെന്നാ. ഇവര് ശിത്തീമിൽ പാർക്കുമ്പോൾ ജനമോമായ സ്ത്രീകളുമായിട്ട് വ്യവസ്ഥ തെറ്റി ഇടപെട്ടു. തന്നിമിത്തോടത്തെ പ്രശ്നങ്ങൾ താഴോട്ട് പറഞ്ഞു വരുമ്പോൾ ഒരു ഇസ്രായേലിന്റെ മിദ്യാന്യ സ്ത്രീയുമായിട്ട് കയറി വന്നു. സിമ്രി, അവിടെ പേര് ഹോസ്ബി. ഇവർ രണ്ടുകൂടെ കയറി വന്നു. കയറി വന്നപ്പോൾ മോശ അനങ്ങിയില്ല, മിണ്ടിയില്ല. അഹരോനുമൊക്കെ ഇരിപ്പുണ്ട്. എല്ലാവരും കണ്ണുവാട്ടം ചെയ്തു. എന്നാൽ അഹരോൻ സഹോദരന്റെ മകനാകുന്ന എലിയാസിന്റെ മകനായ ഫീനേഹാസ് എന്ന് പറഞ്ഞ യൗവനക്കാരൻ തീക്ഷണയുണ്ടായിട്ട് അവൻ പെട്ടെന്ന് ഒരു കുന്തമെടുത്ത് അന്തപുരത്തിനകത്തോട്ട് ചെന്ന് കയറിപ്പോയ സിമ്രിയെയും ഹബ്സിയെയും ഉദരം തുളയും വണ്ണം കുത്തിക്കിടത്തി. അങ്ങനെ ബാധ മാറി. അവിടെ വായിക്കുന്നത് ബാധ 9-ാം വാക്യത്തിൽ ബാധ കൊണ്ട് മരിച്ചു പോയവര് 24,000 എന്നാണ്. എന്നാൽ ഈ വിഷയം പൗലോസ് പറഞ്ഞപ്പോ 23,000 എന്നാ കൊടുത്തേക്കുന്നത്. പൗലോസ് ഈ കണക്ക് പറഞ്ഞപ്പോ വായിച്ചേ 10-ാം അധ്യായത്തിന്റെ 8-9 അല്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ന്റെ 8-9 അല്ലേ? അവിടെ 23,000 എന്നല്ലേ? അവരിൽ ചിലർ പരസംഗം ചെയ്ത ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയത്. എത്ര പേര് പോയെന്ന? 23,000. 23,000. സംഖ്യാപുസ്തകത്തിൽ എത്രയാ? 24. അപ്പം സംഖ്യാപുസ്തകത്തിൽ 24,000 എന്ന് പറഞ്ഞു. പൗലോസ് ഇവിടെ പറഞ്ഞേക്കുന്നത് 23,000. അതിനാ ഭാഷ അങ്ങനെ ഒത്തിരി ഉണ്ട്. വേദപുസ്തകത്തിൽ ഒത്തിരി തെറ്റുകളുണ്ട്. പിന്നെ നമ്മൾ മിണ്ടുന്നില്ലെന്നേ. ചേട്ടാ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഒത്തിരി തെറ്റുകളുണ്ട്. അതിൽ കയ്യിനൊരു ഭാര്യ എവിടെ നിന്ന് കിട്ടി? ആകെ ഉള്ളത് അമ്മയാ. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ട്, ഒത്തിരി തെറ്റുകളുണ്ട്. ചേട്ടാ ഈ നോട്ടോ ഇരിപ്പം കണ്ടിട്ട്, കാരണം ഈ പുസ്തകം വായിക്കുന്നില്ലല്ലോ. നമ്മുടെ വിഷയം ഇപ്പൊ അതല്ലാത്തതുകൊണ്ട് അതെല്ലാം വിവരിക്കാൻ നേരമില്ല. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ 24,000 പേര് ബാധകളാൽ മരിച്ചു. ഈ വിഷയം പുതിയ നിയമത്തിൽ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ പറയുമ്പോൾ 23,000 പേരെന്നാ. അപ്പൊ ചിലക്ക് ഇത് പുസ്തകം നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കാത്തവർക്ക് ഡൗട്ട് ഉണ്ടാകും. ശ്രദ്ധിച്ച് വായിക്കുന്നവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലായി. ഈ ബാധകളാൽ മരിച്ചുപോയവരുടെ മൊത്തം കണക്ക് ആ സംഖ്യാപുസ്തകത്തിൽ കൊടുത്തേക്കുന്നത് 24,000. ആ 24,000-ൽ ഒരു ദിവസം തന്നെ പോയവരുടെ കണക്ക് ആ പൗലോസ് പറഞ്ഞേക്കുന്നത് 23,000. അങ്ങനെയല്ലേ മോളെ ആ കൊരിന്ത്യരുടെ വാക്യം? നന്നായിട്ട് വായിച്ച ആ വാക്യം. ഒരു ദിവസം അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേര്. അപ്പോൾ ഇത് മൊത്തം പോയവരുടെ കണക്ക് ആ സംഖ്യാപുസ്തകത്തിൽ 24. ആ 24,000-ൽ ഒരു ദിവസം പട്ടുപോയവരുടെ കണക്കാ പൗലോസ് പറഞ്ഞേക്കുന്നത് 23 എന്ന് പറഞ്ഞ പോലെ ഒരു കണക്കാണ്. ഉൽപ്പത്തി പുസ്തകം 46-ന്റെ 27, പുറപ്പാട് 1-ന്റെ 5, ആവർത്തനം 10-ന്റെ 22-ൽ 70 പേര് വന്നെന്ന് സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേര്. അപ്പൊ 5 പേരുടെ കണക്ക് അവിടെ കൂടി വരുന്നത്. അവരെ പറ്റി വേദപണ്ഡിതങ്ങൾ പറയുന്നത് 1 യാക്കോബ്, 2 യോസേപ്പ്, 3 യോസേപ്പിന്റെ ഭാര്യ ആസനത്ത്, 4 യോസേപ്പിന്റെ മൂത്ത മകൻ മനേഷെ, 5 യോസേപ്പിന്റെ ഇളയ മകൻ എബ്രയും. അപ്പൊ എബ്രയും, മനേഷെ, ആസനത്ത്, യോസേപ്പ്, യാക്കോബ്, അങ്ങനെ 75 പേരെ സ്തേഫാനോസ് തെളിയിച്ചു. ഇവർ യോസേപ്പിന്റെ കാലത്തെത്തി.
യോസേഫിന്റെ കാലത്ത് ഇവര് മിസ്രയീമിലെത്തി. വന്നു കഴിഞ്ഞ് ഞാൻ എപ്പോഴും പറയും, ഈ മിസ്രയീമില് അപ്പനും ചേട്ടന്മാരും എല്ലാം കൂടെ വന്നു. മിസ്രയീമിലെത്തിയപ്പോൾ യോസേഫ് ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു, പിന്നെ നമ്മൾ നാളെ പറവോനെ കാണാൻ പോകും, ഞാൻ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചേട്ടായിമാരും അപ്പച്ചന്മാരും ഞങ്ങൾ പഴയ പെന്തിക്കോസുകാർ, ഇവിടെ തിരുവല്ല കുമ്പനാടൊക്കെ ഞങ്ങൾ പഴയ പെന്തിക്കോസുകാരാ. ഇപ്പം ഇവിടെ വയനാട്ടിലോട്ട് വന്നതാ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഴയ പെന്തിക്കോസുകാരാണ്. ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറാണ് ഇത് തുടങ്ങിയത്, അബ്രഹാം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വല്യപ്പച്ചനെ ഐസക് പാസ്റ്റർ, എൻ്റെ ഫാദർ ജേക്കബ് പാസ്റ്റർ, എല്ലാം പഴയ പാസ്റ്റർമാരാ. എബ്രഹാം പാസ്റ്റർ, പറ, ഐസക് പാസ്റ്റർ, ജേക്കബ് പാസ്റ്റർ, എല്ലാം പാസ്റ്റർമാരാ. അപ്പൊ ഞാൻ ഫറവോനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം പാസ്റ്റർമാർ ഒത്തിരി ഞങ്ങളുടെ വീട്ടിലുണ്ട്, പഴയ ബന്ധുക്കോസുകാരാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നാളെ ഫറവോനെ കാണാൻ പോകും. അപ്പം ഇവിടുത്തെ ഒരു രീതി, ഈ ഫറവോൻ നിങ്ങളെ, ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണ്ട് ലോഹ്യം ചോദിക്കും, ഫറവോൻ ചോദിക്കും പേരെന്തുവാന്നൊക്കെ ചോദിക്കും. ഇവിടുത്തെ ശൈലിയാണ്, പേര് ചോദിക്കും. യാക്കോബിനോട് അങ്ങനെയല്ലേ ചോദിച്ചത്, പേരെന്നാണ്. അപ്പൊ യാക്കോബ് പറഞ്ഞ പേര് മാത്രമല്ല പറഞ്ഞത്, പേരെന്തുവാ? സ്തോത്രം, പ്രായം എന്തോ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ പേര് യാക്കോബ് എന്നാ, എൻ്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130, എൻ്റെ പിതാക്കന്മാരോളം ഞാൻ എത്തിയിട്ടുമില്ല. എന്ത് ക്ലിയറായാ പറഞ്ഞേ. അപ്പൊ ഇവിടുത്തെ രീതി അങ്ങനെ, പേര് ചോദിക്കും, പിന്നെ തൊഴിൽ ചോദിക്കും. തൊഴില് ഇപ്പൊ എന്തോ വർക്ക് ചെയ്യുന്നതൊക്കെ ചോദിക്കും. അത് ഇവിടുത്തെ ശൈലിയാ. അപ്പൊ അങ്ങനെ പറവോ നിങ്ങളെ ആളയച്ച് വിളിപ്പിച്ച് പേരും തൊഴിലും ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ സത്യം പറയണം. തൊഴിൽ എന്നാന്ന് നിങ്ങളെ കൃത്യം എന്തോ പറയണം. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുമെല്ലാം നന്നായിട്ട് പറ. നിങ്ങൾ പുതുതായിട്ടൊന്നും എഴുതി ചേർക്കണ്ട, അതിലുള്ളതങ്ങ് പറഞ്ഞാൽ മതി. അതാരാ പറഞ്ഞേ? ഒരു പ്രയോഗം കൂടെ ഉണ്ട്, ഒന്ന് കറക്റ്റ് ആയിരിക്കുന്നു, ഒന്നുകൂടെ ഉണ്ട്. വാക്കുകളില്ല, ഭാഷണമില്ല. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ബാല്യം മുതൽ ഇന്ന് വരെ ഗോപാലകന്മാരാ, ഇടയന്മാരാകുന്നു, ആടുകളെ തീറ്റുന്നതാകുന്നു ഞങ്ങളുടെ തൊഴിൽ. അപ്പൊ 2 പ്രയോഗം, ഒന്ന് ഗോപാലകന്മാരും 2 ഇടയന്മാര്. അങ്ങനെ ഒന്ന് ഗോപാലകന്മാരും 2. ഈ 2 പ്രയോഗം വരുമ്പോൾ ജോലി എന്നാന്നും പിടികിട്ടി കാണും. എന്തുവാ ജോലി? നന്നായിട്ട് പറ. ഗോപാലകന്മാരും ഇടയന്മാരും. അപ്പൊ ഇവരുടെ തൊഴില് നല്ല ഭാഷയാണ്. അധ്യാപികയായിരുന്നു. എന്നാലും നല്ല ഭാഷ. ഗോക്കളെ അങ്ങനല്ലേ പറഞ്ഞേ? അതാ നല്ല പ്രയോഗം. ഗോപാലകന്മാരും ഇടയന്മാരും എന്ന് പറഞ്ഞാൽ ആടിനെയും പശുക്കളെയും തീറ്റുന്നവരാ. എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ മേയിക്കുന്നതാ ഞങ്ങളുടെ കുലത്തൊഴില്. ഇത് യോസേഫ് പറഞ്ഞു, അങ്ങനെ തന്നെ പറഞ്ഞേക്കണം, സത്യമേ പറയാവുള്ളൂ. അല്ല പറവൻ വിളിച്ച് നിങ്ങൾക്ക് തൊഴിൽ എന്നാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കുതിര ഉണ്ടായിരുന്നു, ഇപ്പം ഞങ്ങൾക്ക് ഒരു ചെറിയ ക്ഷീണം വന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് കുമ്പനാട്ട് കുതിര ലയമൊക്കെ ഉണ്ടായിരുന്നു, ആന ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ, 18 ആനയെ ഞങ്ങളുടെ വീടിന് ചുറ്റും. ചുമ്മാ ഈ നാടൻ ഭാഷ പറഞ്ഞ കീർവാണം അടിക്കരുത്. ഞങ്ങൾക്ക് വലിയ ഗതിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഉള്ള വസ്തു വിറ്റേച്ച് അന്നത്തെ ഞങ്ങളുടെ വല്യപ്പൻ്റെ കാലത്ത് ഇനി മലബാറിന് പറ കേറിയത്, അതാ നല്ലത്. അതാ ചുരം കേറി ഇഞ്ഞ് നല്ല പ്രയോഗം. നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കുന്നതല്ല. അതാ അവിടെ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പം അന്നേരം ഞങ്ങളുടെ ഒരു സ്നേഹിതൻ, അപ്പച്ചൻ്റെ സ്നേഹിതൻ പറഞ്ഞടാ, അവിടെ വൈത്തിരിയിലെ സ്ഥലം കൊടുക്കുന്നുണ്ട്. അപ്പം പുള്ളി മേപ്പാടിയിലാ താമസിക്കുന്ന. അപ്പച്ചനോട് പറഞ്ഞു മേപ്പാടിയിലോ വൈത്തിരിയിലോ. അങ്ങനെ ആദ്യം ഞങ്ങൾ മേപ്പാടിയിലാ വന്ന്. അവിടെ കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു ഇവിടെ ചുള്ളിയോട് കുറച്ച് സ്ഥലം ചൊളിവിന്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാന്നോ? നാളെ ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ ഒന്ന് മട്ടമൊക്കെ ഒന്ന് പിടിച്ച് ഞാൻ നിൽക്കുക. നാളെ
അല്ലാതെ കേറി ഡെമ്പൊന്നും പറഞ്ഞേക്കരുത്. ഞങ്ങളുടെ പിതാക്കന്മാര് ഗോപാലകന്മാരാ, ഇടയന്മാരാ, ആടുകളെ തീറ്റുന്ന, കന്നുകാലികളെ തീറ്റുന്നതാ ഞങ്ങളുടെ തൊഴില്. ഇത് ദൈവമക്കൾക്കുള്ള പാഠം. നിനക്ക് ഈ കൃപയിൽ വന്ന് സാക്ഷ്യത്തിന് അവസരം കിട്ടുമ്പോൾ ഇതുപോലെ ആയിരിക്കണം. ഞാനൊരു മഹാഭാവിയായിരുന്നു, എനിക്ക് യാതൊരു യോഗ്യതയില്ലായിരുന്നു, യാതൊരു അർഹതയില്ലായിരുന്നു, അയ്യോ ഞാൻ നശിച്ചു മുടിഞ്ഞു പോകേണ്ടതാ, ഞാൻ യേശുവിനെ കണ്ടതാ എൻ്റെ ഭാഗ്യം. നല്ല ഇടയനാകുന്ന യേശുവിനെ ആരാധിക്കുവാൻ, സ്നേഹിപ്പാൻ, സേവിപ്പാൻ എനിക്ക് ഇടയായതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാനും എൻ്റെ കുടുംബം അസ്തമിച്ചു പോകേണ്ടതാ, എൻ്റെ വീട്ടിൽ വിലാപപ്പന്തൽ വീഴേണ്ടതാ. പക്ഷേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഈ കൃപയിൽ വരുവാൻ ഭാഗ്യമുണ്ടായി. പിന്നെ എൻ്റെ ഭാഷയെ ഞാൻ പറയാം, നിങ്ങൾ യോജിക്കത്തില്ലെങ്കിൽ ഞാൻ ഈ പെന്തിക്കോസ് വന്നതാ എൻ്റെ ഭാഗ്യം. ഇത് സന്തോഷത്തോടെ തണ്ടുകിടത്തോടെ എവിടെയും ഉച്ചസ്ഥരം പറഞ്ഞോണം, അതിനാരെയും ശങ്കിക്കരുത്. സ്തോത്രം. ഇത് പെന്തിക്കോസ് വന്നാലും പഴയ ഗീർവാൻ ഞങ്ങൾ ഏത് കുടുംബമാണെന്നറിയാമോ? ഞങ്ങൾക്കൊരു ചെറിയ ക്ഷീണം വന്നേ, പിന്നെ ചില വകുപ്പൊക്കെ പറഞ്ഞു കേട്ടില്ല. ഞങ്ങൾ അവിടെ പാറാനിക്കല്ലേ വല്ലവും പുകഴാനുണ്ട് കാൽവറി കുറിച്ചില്ല. ജ്ഞാനി തന്നെ ജ്ഞാനത്തിലും, ധനവാൻ തന്നെ ധനത്തിലും, ബലവാൻ തന്നെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനെ യഹോവയിൽ പ്രശംസിക്കണം. യോഗ്യതയുള്ളത് കൊണ്ടല്ല ഇതിനകത്ത് വന്നത്, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഇതിനകത്ത് വന്നത്. സ്തോത്രം. വിശേഷത ഉള്ളത് കൊണ്ടല്ല എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തത്, യാതൊരു വിശേഷത ഇല്ലാതെ കിടന്നത് കൊണ്ടാണ് അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തത്. സ്തോത്രം, സ്തോത്രം. മനസ്സിലായോ? ഈ വയനാട്ടിൽ യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടായി കൃപയ്ക്ക് നിങ്ങൾ വന്നത്. മാനുഷികമായി പഠിച്ച യോഗ്യതയുള്ള പലരും ഇവിടെ ഈ നാട്ടിൽ എന്തുവാ വീരേന്ദ്രകുമാരി രക്ഷിക്കപ്പെടാഞ്ഞ്? ലോകപരമായിട്ട് നല്ല യോഗ്യതയല്ലേ, വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അങ്ങേർക്ക് കിട്ടാതെ പോയ ഭാഗ്യമാ ദൈവം നമുക്കൊരുക്കിയത്. ഈ കൃപയിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ ഒരുത്തനും പിടിച്ചുവർ പിരിക്കുവാൻ കഴിഞ്ഞിട. വിരുദ്ധമായി വരുന്നതൊന്നു ഏതുമേ ഭയം നിടാ. വിരുദ്ധമായി വരുന്നതൊന്നു ഏതുമേ ഭയം നിടാ. ഇതെന്തു ഭാഗ്യം ചേർന്നു ഞാനിതാ, ഇതെന്തു ഭാഗ്യം. ഇത്ര ശ്രേഷ്ഠനാഥൻ എൻ്റെ മിത്രമായി ഭവിച്ചുക. ഇത്ര ശ്രേഷ്ഠനാഥൻ എൻ്റെ മിത്രമായി ഭവിച്ചുക. ഇതെന്തു ഭാഗ്യം. എന്നെ കേൾക്കുന്ന പ്രിയരെ, വല്ലതും പുകഴാനുണ്ടെങ്കിൽ അത് കാൽവറി ക്രൂശില. അപ്പോൾ യോസേപ്പ് ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു, പർവ്വം വിളിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ സത്യം പറയണം, കന്നുകാലികൾ ആടുകളെ മേയ്ക്കുന്നതാ. രണ്ട് പ്രയോഗം, ഇടയന്മാരും ഗോപാലകന്മാരും എന്ന് പറഞ്ഞ ആടിനെയും പശുക്കളെയും തീറ്റുന്ന തൊഴിൽ. അത് യോസേപ്പ് മനഃപൂർവ്വമായിട്ട് പറയിപ്പിച്ചതാ. ഇവരല്ലെങ്കിൽ കയറി വകുപ്പൊക്കെ പറയും, അപ്പടി ഇപ്പടി എന്നൊക്കെ പറയും. കാരണം ഇവര് ക്ലിയർ ആയിട്ടില്ലെന്ന് യോസേപ്പിന് നല്ലതുപോലെ അറിയാം. ഇവർ ഈ പെന്തിക്കോസ് വന്നെങ്കിൽ അത്ര ക്ലിയർ ആയിട്ടില്ല, വല്ലപ്പോഴും എടുക്കുകയും ഒക്കെ ഉണ്ട്. ചുണ്ടും കീറിയും നോട്ടമൊക്കെ കാണുമ്പോൾ അറിയാം. എന്നാലും നീ സൺഡേ വന്നിരിക്കുന്നല്ലോ, അത് വലിയ കാര്യം, വലിയ കാര്യം. എന്നാലും ലക്ഷണത്തിൽ അറിയാം, പിന്നെ മുഖമൊക്കെ കാണുമ്പോൾ അറിയാം. ഈ വിശുദ്ധ വിമാനം വന്നപ്പോൾ ഒരു ചെറിയ സ്മെല്ലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആരും കൊടുക്കുന്നില്ലല്ലോ, ചിലക്ക് രക്ഷയായി. എന്തായാലും യോസേപ്പിന് അറിയാം ഇവരത് ക്ലിയർ ആയിട്ടില്ലെന്ന്. അതുകൊണ്ട് യോസേപ്പ് പറഞ്ഞു, ഇത് സത്യം പറയണേ. അവിടെ ചെന്ന് പറവൻ ചോദിക്കും, എനിക്ക് ഇടയ്ക്ക് കയറാനൊക്കത്തില്ല, നിങ്ങൾ സത്യം പറഞ്ഞു. ഇനി അതിന് വേറൊരു ആത്മീക പാഠം, ഇടയന്മാരും ഗോപാലകന്മാരും. അപ്പൊ എന്നിട്ട് അർത്ഥം പിടികിട്ടി, ആടുകളെ തീറ്റുന്നവരും
പശുക്കളെ മേയ്ക്കുന്നവരും, ആടും പശു. അപ്പൊ അത് പുറകോട്ടൊന്ന് പഠിച്ചാൽ എന്റെ ഭാഷാശൈലി പറയുക, യോസേപ്പ് ചേട്ടന്മാരോട് പറഞ്ഞതിന്റെ ഒരാശയം, ചേട്ടന്മാരോട് പറഞ്ഞതിന്റെ ആശയം എന്താ? നമ്മുടെ മൂടും ചുവടും മറക്കരുത്. മൂടും ചുവടും. ഇപ്പൊ ഇച്ചിരി കാശൊക്കെ ആയി, പിള്ളേര് അമേരിക്കയിലും പാർഷ്യയിലും ഒക്കെ പോയി. ഇപ്പം ഫോറിൻ സാരിയും ഫോറിൻ തുണിയും ഫോറിൻ സ്പ്രേയും ഒക്കെ കിട്ടിയത് കുഴപ്പമല്ല, നല്ല കാര്യം. നേരത്തെ പുല്ല് മേഞ്ഞ വീടായിരുന്നു, ഇപ്പം പാർക്ക് കെട്ടിടമൊക്കെ ആയി, ചില വസ്തുവും കൂടെ മേടിച്ചതൊക്കെ നല്ല കാര്യം. ഇപ്പം 3-4 ATM കാർഡും ഒക്കെ കയ്യിൽ ഇരിപ്പുണ്ട്. കാണിക്കുമൊന്നും വേണ്ട, അതിൻ്റെ നമ്പരും ഒന്നും പറയണ്ട, അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ നല്ല കാര്യം. പക്ഷേ വണ്ടിയൊക്കെ ആയി, പണ്ട് കാളവണ്ടിയാ, ഇപ്പം സ്ഥിതിക്കൊക്കെ ദൈവം, അതൊക്കെ നല്ല കാര്യം. പക്ഷെ മൂടും ചോടും മറക്ക. പിന്നിട്ട് ആ വഴികളും ദൈവം നടത്തിയ വിധങ്ങളൊന്നും, ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയും, സഹോദരിമാരോടും ഒക്കെ ഞാൻ പറയാറുണ്ട്, ഒരു നല്ല സാരി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച സമയമുണ്ട്. നല്ല സാരി കിട്ടുകാരനെ കൊടുത്തോണ്ട് മാസയോഗത്തിന്, പക്ഷെ ആഗ്രഹിച്ചതുപോലെ അന്ന് കിട്ടിയില്ല. പക്ഷെ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇപ്പൊ യോഗത്തിന് പോകുന്നില്ല. അത് ഒരു പരമാർത്ഥമായ കാര്യമാണ്. അല്ല, സത്യം പറയണമല്ലോ. പിന്നെ ഈ യോഗത്തിന് വരാൻ കാര്യം, ഇങ്ങനെ കാവാലം പാസ് ഒന്ന് കേട്ടിട്ടുണ്ട്, എന്നാ ഇന്ന് പോയെന്ന് കാണാം. അയാളെ ബോധമുള്ളവനല്ലെന്നാ പലരും പറയുന്നത്. അയാൾ ചള്ളും പൊട്ടുമൊക്കെ പറയും. ഇന്ന് എന്നാ പറയുന്നത് നമുക്ക് വൈകിട്ട് പകലൊന്ന് കേൾക്കാം. വലിയ തരക്കേടില്ലെങ്കിൽ വൈകിട്ട് നമുക്കൊന്ന് എനിക്ക് മോൻ കാണും പറയും, അങ്ങനെയൊക്കെ ഉന്നം വെച്ചായി വന്നെന്ന്. വൈകിട്ടൂടെ കൂടാമോ? വൈകിട്ടൂടെ വരാമോ എന്ന്? ഞാൻ ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പൊ നിങ്ങളെ അടുത്ത് നിന്നൊന്ന് വരുന്നതിന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൂടും ചുവടും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ ഒരു കുഞ്ഞുപാപ്പൻ ഉണ്ടായിരുന്നു, മരിച്ചു പോയി. അപ്പൊ കുഞ്ഞുപാപ്പന് ഒരു യോഗത്തിന് പോകാൻ നേരത്തെ പുള്ളിയുടെ വണ്ടി ഓടിക്കുന്ന അദ്ദേഹത്തിന് വയ്യാഴിയായി വന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അവനോട് ചോദിച്ചിട്ട് എന്നെയും കൂടെ യോഗത്തിനൊന്ന്. പുള്ളി അടുത്ത വീട്ടിലെ പുള്ളിക്ക് കാറുണ്ട്. അപ്പം അദ്ദേഹത്തോട് ചെമ്പോ പുള്ളി ഉഴപ്പി ഈ കുഞ്ഞിപ്പാപ്പന് സങ്കടവും ഒരു ചെറിയ അരിശവും ഒക്കെ വന്നേച്ച് എന്നോട് ഒരു സഹോദരനുണ്ട്, ഞങ്ങളുടെ അവൻ എന്നാ കാറ് കാണാൻ തുടങ്ങിയത്? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഇവൻ എന്നാ കാറ് കിട്ടിയത്? ഇവനുണ്ടായിരുന്ന കാറ് മഴക്കാറ്, 30 ഇവനുള്ള കാറാണ് മഴക്കാറ്. അല്ലാത്ത ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. മൂടും ചുവടും മറക്കരുത്. ദൈവം നിന്നെ നടത്തിയ വിധങ്ങളൊന്നും മറക്കരുത്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ പ്രസംഗിച്ച സന്ദർഭം വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം പറയാനൊരു സന്ദർഭം ഉണ്ടായി. ഞങ്ങളുടെ സഭയിലെ കൂട്ടായ്മയിൽ വരുന്ന ജോസഫ് പാസ്റ്ററുടെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന, അപ്പൊ കുറച്ച് ദിവസം മുമ്പ്. അപ്പൊ ഉപവാസ പ്രാർത്ഥന അവിടെ തബല വായിക്കാൻ വരുന്നൊരു ഷിനു ഉണ്ട്. തബല വായിക്കാൻ വരുന്നത്, മൃദംഗം വായിക്കുന്നതല്ല, തെറ്റിദ്ധരിക്കരുത്, തബല വായിക്കുന്ന അദ്ദേഹം ഞങ്ങളിങ്ങനെ സംസാരിച്ചും പറഞ്ഞു, ഓ പാസ്റ്റർക്ക് എന്നാ കുഴപ്പം, പാസ്റ്റർക്ക് വണ്ടിയൊക്കെ ഉള്ളത് കൊണ്ട് പോവുകയും വരികയും. ഞാൻ പറഞ്ഞു, നീ എന്നോട് ചില കാര്യം പറയാനുണ്ട്, കർത്താവ് പറഞ്ഞ പോലെ പ്രത്യേനോട് മുമ്പേ പോകാൻ പറ, നീ അവിടെ. ഞാൻ പറഞ്ഞു, ചിനു ഈ വണ്ടി എന്നാ കാണാൻ തുടങ്ങിയത്? എന്നാ നാളാ ഈ വണ്ടിയെ? വണ്ടി ഇല്ലാഞ്ഞ കാലത്തും യോഗം മുടക്കിയിട്ടില്ല. ഇല്ല, യോഗത്തിന് പോകും, ഒറ്റ യോഗം മുടക്കുകയില്ല, കഴിവിന്റെ പരമാവധി. അതുപോലെ അസുഖങ്ങളോ, പിന്നെ ഞാൻ യോഗം ചിലപ്പോൾ ചില യോഗത്തിന് പോകാത്തത് ഈ മരണ വീടുകളിൽ ഞാൻ പോകും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും യോഗങ്ങൾക്ക് ഭംഗം വന്നെന്നല്ലാതെ ദുഃഖ വീട്ടിൽ പോകും, അതിനാലാവും വിധം ചെന്ന് സഹകരിക്കും. ഞാൻ പറഞ്ഞു, ഷിനു ഞാനൊരു ചെറിയ സാക്ഷ്യം പറയാം.
ഞാൻ രക്ഷിക്കപ്പെട്ട് പെന്തിക്കോസ് വന്നപ്പം വീട്ടിൽ അല്പം പ്രതികൂല ആരംഭ സമയത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബൈബിൾ സ്കൂളിലോട്ടൊക്കെ അങ്ങ് പോയി പഠിച്ച്. അപ്പൊ ഇന്നത്തെ പോലെ എല്ലാവർക്കും മൊബൈലില്ല, മിക്ക വീട്ടിലും ലാൻഡ് ഫോണും ഇല്ല. ഇപ്പൊ നമുക്ക് മൊബൈൽ ഉള്ളത് കൊണ്ട് ഒന്ന് വിളിക്കാം, അയ്യോ ഞാൻ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്, അല്ലെ എനിക്കൊന്ന് വിശ്രമിക്കണം, അല്ലെ ഞാൻ വിളിച്ച് പറയാം, പറഞ്ഞൊരു വീട്ടിൽ ഏത് സമയത്ത് നമുക്ക് ചെല്ലാം. നമുക്ക് വേണ്ടപ്പെട്ട വീടുകളാണെങ്കിൽ ഏത് സമയത്തും അവരും പ്രതീക്ഷിക്കും, അല്പം വൈകിയാന്നേലും പ്രതീക്ഷിക്കും. എന്നാൽ പണ്ടങ്ങനെ ഒക്കത്തില്ല. ആ സമയത്ത് ഒരു വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? ഒക്കത്തില്ല. ഞാൻ ഷീനോട് പറഞ്ഞ അന്ന് വീട്ടിൽ ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളും ഉണ്ട്. അന്ന് അതില്ല, കാവാലത്തോട്ടൊക്കെ പോകണമെങ്കിൽ 10 മണി കഴിഞ്ഞാൽ പിന്നെ ചങ്ങനാശ്ശേരി ബോട്ട് കടവിൽ നിന്ന് ബോട്ടും ഇല്ല. 10 മണിയാകുമ്പോൾ തീരും, പിന്നെ രാവിലെ ഉള്ളു. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അപ്പം 1-2 അപ്പം ഞാൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു ഷീനോ, അങ്ങനെയുള്ള രംഗങ്ങളില് ഞാൻ ഈ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലും കോട്ടയം ബസ് സ്റ്റാൻഡിലും തിരുവല്ല ബസ് സ്റ്റാൻഡിലും ഒക്കെ 1, 2, 10, 100 അല്ല അനേക രാത്രി ഇരുന്ന് വെളുപ്പിച്ചിട്ടുണ്ട്. വണ്ടിയൊന്നുമില്ല. ആ സമയത്ത് ഒരു വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുമോ? ഒക്കത്തില്ല. അവിടെ ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ ചില സമയത്ത് ചെല്ലാൻ പറ്റാത്ത ആരംഭ സമയത്ത്, പിന്നെ ചില സമയത്ത് അങ്ങനെ ഇരിക്കുന്നതും ബുദ്ധിമുട്ടായതുകൊണ്ട് ചിലപ്പം ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ബസ് കയറും, കൊട്ടാരക്കരയ്ക്ക് പോകേണ്ടിയിട്ടല്ല, കോട്ടയത്ത് നിന്ന് ബസ്സിൽ കയറിയിരിക്കും, സുഖമായിട്ട് ഉറങ്ങി കൊട്ടാരക്കര ആ ബസ്സിൽ തന്നെ ഇരിക്കും ചിലപ്പം, അല്ലെങ്കിൽ അടുത്ത ബസ്സിൽ കയറി തിരിച്ച് കോട്ടയത്ത്. അപ്പം നേരം വെളുക്കും. അത് 1, 2, 10 അല്ല, അനേക പ്രാവശ്യം. പക്ഷെ യോഗം മുടക്കിയിട്ടില്ല. ഇപ്പം നമ്മൾ കാറിലോ മറ്റു വണ്ടികളിലൊക്കെ പോകുമ്പം പഴയതൊന്നും മറക്കരുത്. അപ്പൊ യോസേഫ് ആ ഉദ്ദേശത്തോടാ ചേട്ടന്മാരോട് പറഞ്ഞത്, ഇടയന്മാരാണ് ആടുകളെ തീറ്റുന്നവരാ, കന്നുകാലികളെ മേയ്ക്കുന്നവരാ, ഗോപാലകന്മാരാണ് പറയുന്നത്. 2 മൃഗത്തെ ആസ്പദീകരിച്ച, 1 ആട്, 2 പശു. ഇതിന്റെ ആശയം ആ മൂടും ചുവടും ഓർക്കണം. അതിന് ഇവരുടെ ഈ 2 സ്ത്രീകളിൽ നിന്ന് ഈ ഗോത്രപിതാക്കന്മാരെല്ലാം ഉടലെടുത്തത്. അതിന്റെ തെളിവാണ് ഈ പട്ടണവാതിക്കൽ വെച്ച് ബോവസിന്റെയും രൂത്തിന്റെയും വിവാഹം. പട്ടണവാതിക്കൽ വെച്ച് ആ വിവാഹം സംഭവം പിന്നീട് അന്നിലെ വിഷയമാണ്. പട്ടണവാതിക്കൽ വെച്ച് വിവാഹം നടന്നപ്പോൾ മൂപ്പന്മാരെല്ലാം കൂടെ പറഞ്ഞു, ഇതിന് ഞങ്ങൾ സാക്ഷികളും, ഞങ്ങൾ ഇതിന് സാക്ഷികൾ. എന്നിട്ട് അവര് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അല്ലയോ ബോവസേ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീയെ ബാക്കി സഹോദരിമാര് പറഞ്ഞ് പൂരിപ്പിച്ചു തരണം. സഹോദരിമാര് നിങ്ങളൊന്ന് പൂരിപ്പിച്ചു തരാൻ ബാക്കി. മതിയൊന്നു ഇങ്ങനെയുള്ള കാര്യമൊന്നും പൂരിപ്പിക്കാൻ പലർക്കും താല്പര്യമില്ല. അല്ലാത്ത കാര്യമെല്ലാം നന്നായിട്ട് 4:11 വായിച്ചേ. ഏത് 4-ആയിരിക്കും? രൂത്ത്. മൈക്കൂടെ വായിരും മോളെ. അതിന് പട്ടണവാതിക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞു, പറഞ്ഞത്, ഇതിന് ഞങ്ങൾ സാക്ഷി തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ, ഈ സ്ത്രീയെ അവർ ഇരുവരും ഇസ്രായേൽ ഗ്രഹം പണിതത്. നന്നായിട്ട് വായിച്ചേ. അവർ ഇരുവരും ഇസ്രായേൽ ഗ്രഹം. നന്നായിട്ട് വായിച്ചേ. ഗ്രഹം നന്നായിട്ട് വായിച്ചേ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. ഒക്കുന്നില്ല, നന്നായിട്ട് വായിച്ചേ. ഗ്രഹം, ഇസ്രായേൽ ഗ്രഹം, ഗ്രഹം അങ്ങനെ തന്നെ. അല്ലല്ലോ, ഇതല്ല ഇങ്ങനെ. ഗൃഹം. എന്റെ പൊന്നച്ചായി ഉച്ചക്ക് എത്ര വലിയ കാര്യം. ഗൃഹം.
മറ്റേത് ഗ്രഹം. ശുക്രൻ, വ്യാഴം, പ്ലൂട്ടോ അല്ലേ? പിന്നെ ശനിയാ, അത് എനിക്ക് മനസ്സിലായി. അപ്പൊ ശ്രദ്ധിച്ചേ, അല്ലയോ രൂത്തേ, ബോവസേ, ഞങ്ങൾ ഇതിന് സാക്ഷികൾ, ഈ വിവാഹത്തിന് ഞങ്ങൾ സാക്ഷികൾ. നിന്റെ സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീയെ യഹോവ റാഹേലിനെയും ലേയായെയും പോലെ ആക്കട്ടെ. അവർ ഇരുവരും അല്ലയോ ഇസ്രായേൽ ഗൃഹം പണിതത്. ആണ്ടെ, അങ്ങനെ സത്യം വായിച്ചോണേ, കുഴപ്പം എന്നാലും ചടയെന്ന് വായിച്ചല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവർ ഇരുവരും അല്ലയോ ഇസ്രായേൽ ഗൃഹം പണിതത്. ഈ രണ്ട് സ്ത്രീ ഞാൻ എപ്പോഴും എല്ലായിടങ്ങളിലും പറയും, ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. കാരണം കുഞ്ഞു സഹോദരിമാരുണ്ട്, കുടുംബസ്ഥരായ സഹോദരിമാരുണ്ട്, മാന്യരായ മാതാക്കളുണ്ട്. നിങ്ങളെ എല്ലാം അഭിനന്ദിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെയും കൂടെ ബഹുമാനിച്ച് പറയുകയാണ്. വീട് പണിതെടുക്കുന്നത് അല്ലെ, ഭവനം പണിതെടുക്കുന്നത് ദൈവം കഴിഞ്ഞാൽ സ്ത്രീകളാണ്. ഞങ്ങൾ ആരെയൊന്നും ഇനി വെക്കാതിരിക്കുന്നതാ നല്ലത്. മേലോട്ട് കയറാൻ ഇപ്പൊ തന്നെ 40 കഴിഞ്ഞപ്പോഴേ പരിവക്കേടായി. എന്നാ മാമ, എന്നാന്നറിയോ, കെട്ടുന്നത് ഒരു സ്റ്റെപ്പ് പോലും എന്റെ അഭിപ്രായമാ കേട്ടോ. 2 നില പണിയാതിരിക്കുന്നതാ. വസ്തു ഉണ്ടെങ്കിൽ ഒരു നിലയെ തീർക്കുന്ന, ഒന്നുമില്ലെങ്കിൽ ആ കുന്തം പിടിച്ചോണ്ടാന്നേലും അടുത്ത മുറിയിലോട്ടൊന്ന് എന്തോ പറ വാക്കർ തെറ്റിയോ? ആര് വലിഞ്ഞു കയറാനാ മേളി? പിന്നെ ഈ പെണ്ണുങ്ങളാ കൂടുതലും 2 നില വേണമെന്ന് ചടിക്കുന്ന. കാരണം അപ്പുറത്തുകാർ 2 നില വെച്ചു. അത് കാണുമ്പോ ഇവക്ക് അപ്പോ എന്നിട്ട് ഇത് പണിതിട്ടേച്ച് തൂക്കുകയില്ല, തുടക്കുകയില്ല, വാരികയില്ല. ഗസ്റ്റ് വരുമ്പോഴാ, നാളെ ഗസ്റ്റ് വരുന്നുണ്ട്, നിങ്ങൾ മേളിലോട്ടൊന്ന് കയറിക്കുക. എത്ര നാളായി അയാളെ ചൂലുമായിട്ട് മേളിൽ, അയാൾക്കും തീരെ വയ്യ, എന്നാലും അയാള് ഞാൻ തമാശ പറഞ്ഞ. ഈ ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, കൂനറിഞ്ഞേ നെവരാവൂ. ഒരഭിപ്രായം പറഞ്ഞതാ കേട്ടോ. നിങ്ങൾ 3 നില പണിതോ, വലിഞ്ഞു കയറുകയോ താഴെ പോവുകയോ, എനിക്ക് തന്നെ അത് പറഞ്ഞപ്പോൾ എന്നെ മുഖം അങ്ങ് വല്ലാതായല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, ഞങ്ങൾ പുരുഷന്മാർ സഹോദരന്മാർ ബിൽഡിങ് പണിത് അതിന്റെ മെറ്റീരിയൽ, ഇഷ്ടിക, മണ്ണും കമ്പി സിമന്റും ഒക്കെ ലോഡ് കണക്കിന് കൊണ്ടിറക്കി ഞങ്ങൾ അധ്വാനിച്ചതെല്ലാം ബിൽഡിങ് പണിത്. പക്ഷേ ഭവനം പണിയുന്നത് നിങ്ങളാണ്. ദൈവം കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് പണിതെടുക്കുവാനുള്ള ശുശ്രൂഷ, ആ കർത്തവ്യം, ഉത്തരവാദിത്വം, ആ വിശേഷത ഞങ്ങൾക്കല്ല ദൈവം തന്നിരിക്കുന്നത്, നിങ്ങൾക്കാ. സ്ത്രീകളാ വീട് പണിതെടുക്കുന്നത്. ഞാൻ പറയാറുണ്ട്, പുരുഷൻ താൻ തോന്നിക്കും തന്നിഷ്ടക്കാരനും വെറിയനോ കുടിയനോ അങ്ങനെ വരാതിരിക്കട്ടെ, ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. അഥവാ ഈ വിധത്തിലുള്ള ഒരു സഹോദരനെ ആണെങ്കിൽ തന്നെ ആ വീട്ടിലെ അമ്മ സഹോദരി പ്രാർത്ഥിക്കുന്ന, ഭക്തിയുള്ള, ദൈവകൃപയുള്ള, എൻ്റെ ഭാഷ പറഞ്ഞ രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ ജനത്തിൽ സാക്ഷിച്ച് തിരുമേശയെടുത്ത് വിശ്വസ്തയോട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന ഒരു മാതാവാണെങ്കിൽ ആ കുടുംബം നശിക്കത്തില്ല. അങ്ങേര് വനാസ്ഥാനപ്പെട്ടു വരും. ആ തലമുറയും, എൻ്റെ ഭാഷ പറഞ്ഞ കാലാപ്പുറ തല്ലി പോകുകയല്ല, ആ തലമുറയും രക്ഷപ്പെടും. ആ ഭവനം ദൈവം പണിത് തരും. എത്ര കുടുംബങ്ങളെ ദൈവം പണിതു. അതിൻ്റെ എല്ലാം പിമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു, ആരാധിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. അനേക ദൈവദാസന്മാരും സഹോദരന്മാരും പറയുന്ന സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാ ഞാൻ ഈ വിധത്തിൽ വരാൻ ഒരു മുഖാന്തരം. അനേകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി ഉറക്കമില്ലായിരുന്നു. ഞങ്ങൾ രാത്രിയിൽ എഴുന്നേൽക്കുമ്പോഴും അകത്തിരുന്ന് ഞരക്കം കേൾക്കാം. അമ്മച്ചി അന്ന് പായും മെത്തയും ഒന്നുമില്ല, ചണച്ചാക്കിന്റെ പുറത്തിരുന്ന് ഞരക. അതാ വീട് പണിതെടുക്കാൻ ദൈവം കഴിഞ്ഞാൽ പിന്നെ ദൈവം നിങ്ങളെയായി ഏൽപ്പിച്ചേക്കും.
അങ്ങനല്ലയോ സദൃശവാക്യത്തിൽ ജ്ഞാനമുള്ള സ്ത്രീ അല്ല വീട് പൊളിക്കുന്നത് നിങ്ങളാ. അങ്ങനല്ലേ 14-ാം അധ്യായത്തിന്റെ ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വായിക്കും മോളെ. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. അടുത്ത വാക്യം കൂടെ വായിര്. ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയും. അപ്പൊ പണിയുന്നത് നിങ്ങളാ. അത് മൈക്കിൽ കൂടെ പൊളിക്കുന്ന കാര്യം ഉറക്കെ പറഞ്ഞ മൈക്കിൽ കൂടെ അവര് കേൾക്കും. അല്ല അത് ഞാൻ വായിച്ചു. ഈ പൊളിക്കുന്നത് നിങ്ങളാന്ന് പറ മൈക്കിൽ കൂടെ അവര് കേൾക്കട്ടെ. പറയല്ലേ നിനക്ക് പറയാ. സ്തോത്രം. ഒരു സ്ത്രീ വിചാരിച്ചാൽ നിന്റെ വീട് പണിതെടുക്കാം. ഭർത്താവ് മുഴുക്കുടിക്കാനാ, മദ്യപാനിയാ, നീ തകർന്നു പോകരുത്. അങ്ങേരില്ലാത്തപ്പോ മുട്ടയിലിരിക്കണം. ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവമേ, സകല ഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ള നിന്റെ കരങ്ങളിൽ എൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചു തരികയാ. അവൻ ദോഷം വരാതെ വണ്ണം മാനസാന്തരം കൊടുക്കണം. നീ മുട്ടിപ്പായി പ്രാർത്ഥിക്ക്, ദൈവം അത്ഭുതം ചെയ്യും. ഒരു കൗൺസിലറിൻ്റെയൊക്കെ കൊണ്ടുപോകണ്ട. ഇത് ഭർത്താവിനെ വിളിച്ചോണ്ട് രാവിലെ കാറൊക്കെ കയറ്റി അവന് അന്നേരം അവിടെ ഇരിക്കുമ്പോൾ പോയപ്പം ബിവറേജിന്റെ അവിടെ ആള് നിൽക്കുന്നു. അന്നേരം അവനിങ്ങനെ ഇരിക്കുക. അവിടെ പോവാ കൗൺസിൽ. അവനെ കൊണ്ട് എങ്ങും പോകണ്ട, ഞാൻ നിനക്ക് ബുദ്ധി പറഞ്ഞു തരാം. അവനില്ലാത്തപ്പോ നീ മുഴങ്കാലിൽ ഇരിക്കണം. അവന്റെ പേര് പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം. വേറെ ആരോടും ഫോൺ ചെയ്യുകയും വേണ്ട, നേരെ മേളിലോട്ട് കൊടുത്താൽ മതി. ദൈവം ഇടപെടും, ദൈവം രൂപാന്തരം കൊടുക്കും. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. എങ്ങും പോകേണ്ട കാര്യമില്ല. മുട്ടാലിരിക്കണം. പ്രാർത്ഥനയിൽ പോരാടണം. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നിന്റെ കുടുംബം രക്ഷപ്പെടും. നിന്റെ സന്തതിക്കും ദോഷം വരികയല്ല, സന്തതിയും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഈ പട്ടണത്തിലെ മൂപ്പന്മാരും ഇവര് പറയുക, ഞങ്ങൾ ഇതിന് സാക്ഷികൾ. ബോവസേ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീയെ യഹോവ റാഹേലിനെ ലേയായെയും പോലെ ആക്കട്ടെ. അവർ ഇരുവരും അല്ലയോ ഇസ്രായേൽ ഗൃഹം. ഈ രണ്ട് പെണ്ണുങ്ങൾ കൂടിയാ, എന്റെ ഭാഷയാ, ഈ രണ്ട് പെണ്ണുങ്ങൾ കൂടിയാ ഇസ്രായേൽ ഗൃഹം പണിതത്. രണ്ട് പെണ്ണുങ്ങൾ കൂടിയാൽ എന്തുവാ നടക്കാതെ? എന്തും നടക്കും. ഒരു പെങ്കൊച്ചു കാരണം ഉമ്മൻചാണ്ടി മന്ത്രിസഭ താഴെ പോകാൻ. ഈ അടുത്ത കാലത്ത് വേറൊരു പെങ്കൊച്ചും. നിങ്ങൾ ഈ വയനാട്ടിൽ പേപ്പറൊന്നും വരുന്നില്ലേ? തമിഴ്നാട്ടിലും രണ്ട് പെണ്ണുങ്ങളുണ്ടായിരുന്നു ഇല്ലേ? സ്തോത്രം. പെണ്ണുങ്ങൾ നിരൂപിച്ചാൽ എന്തോ നടക്കാതെ? നാളെ പേപ്പർ കണ്ട് പാണ്ടിലോറി ഓടിച്ചോണ്ട് പോകുന്നു. നിനക്കൊരു സൈക്കിളെ പോലും കയറാൻ ഇതുവരെ, സൈക്കിൾ എടുത്ത പോലുണ്ട് വ്യാഴ വീണ്. പാണ്ടിലോറി ഓടിച്ച് പെണ്ണുങ്ങൾ പോകുന്നെന്ന് വയനാട് ചുരം ഈസി ആയിട്ട് കൊണ്ടുപോകും. എന്തോ നടക്കും? സ്തോത്രം. നിങ്ങൾ നിരൂപിച്ചാൽ പലതും നടക്കും. ആവശ്യമില്ലാത്ത ഒന്നും നടത്തണ്ട, നല്ല കാര്യങ്ങൾ നടത്തിയെടുക്കണം. സ്തോത്രം. അവർ റാഹേല് ലേയായി, ഇവർ ഇരുവരുമാണ് ഇസ്രായേൽ ഗൃഹം പണിതത്. റാഹേല് ലേയ. റാഹേൽ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരാശയം പശുക്കിടാവെന്ന അർത്ഥം. പശുക്കിടാവ്. ലേയ പെണ്ണാട്ടിൻകുട്ടിയും പശുക്കിടാവും. ഈ ആശയം വെച്ച യോസേപ്പ് പറഞ്ഞത് ഗോപാലകന്മാരാന്ന് ഇടയന്മാരാന്നും പറഞ്ഞേക്കാം. സ്തോത്രം. ഇനി ഇടയ്ക്ക് കയറിയ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് വചനമൊക്കെ തിട്ടമുള്ളവരായതുകൊണ്ടാ. ഇസ്രായേലിലെ ആദ്യം നിങ്ങൾക്കറിയാം രാജാവായത് ഏത് ഗോത്രത്തിൽ നിന്നാ? ഉറപ്പിച്ച് പറയണം.
ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നാ. ആര്? ഇനി വേറെ പുസ്തകത്തിന്റെ ആ ഉപദേശം പഠിച്ചു വരുമ്പോൾ ഇസ്രായേലിൽ ഒരുവൻ രാജാവ് ആകേണ്ടത് ഏത് ഗോത്രത്തിൽ നിന്നാ? യഹൂദയിൽ നിന്നാ വരേണ്ടത്. കാരണം ഗോത്രപിതാവാകുന്ന യാക്കോവ് മരണാസന്ന സമയത്ത് തലമുറകളെയെല്ലാം കൂടെ വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് ദൂത് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞത്, യഹൂദയ്ക്ക് അനുഗ്രഹവചസ് കൊടുത്തപ്പോൾ പറഞ്ഞത്, യഹൂദയെ സഹോദരന്മാര് നിന്നെ പുകഴ്ത്തും, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജതണ്ടവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും. ആ വാക്യത്തിന്റെ എല്ലാ അർത്ഥം രാജാക്കന്മാര് വരേണ്ടത് യഹൂദ ഗോത്രത്തിൽ നിന്നാ. പക്ഷെ ഒന്നാമത്തെ രാജാവ് വന്നത് ഏത് ഗോത്രത്തിൽ നിന്നാ? ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നാ വന്നത്. അതിനാ യഹൂദയിൽ നിന്ന് വരാതെ ബെന്യാമീന്ന് വന്നത്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് വചനം പഠിക്കുന്നവർക്ക് അറിയാം, യഹൂദയിൽ നിന്ന് ആ രാജാവ് വരേണ്ടത്. പക്ഷെ യഹൂദയിൽ നിന്ന് വന്നില്ല. പിന്നെയോ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നാ ഒരുവൻ രാജാവായത്. അതിന്റെ ഒറ്റ വാക്ക് പറയാം, ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് രാജാവ് പ്രാരംഭത്തിൽ വരാൻ കാരണം എന്റെ ശൈലിയിലാ പറയുന്നത്. അപ്പൊ വചനത്തെ അടിസ്ഥാനമാക്കിയ വല്യമ്മച്ചിയുടെ പ്രാർത്ഥനയാ ഇതിന് മുഖാന്തരം. ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ഒരു രാജാവ് വരാൻ കാര്യം വല്യമ്മച്ചിയുടെ ഒരമ്മച്ചിയുടെ പ്രാർത്ഥനയാ. തെളിവ് നിങ്ങൾ വചനം പഠിക്കുന്നവർക്കറിയാം. യാക്കോബും തന്റെ കുടുംബമെല്ലാം കൂടെ പാർത്ത് ചേട്ടനെ പേടിച്ച് യാക്കോബ് ഓടി. ഒടുവിൽ പത്തനാരാമിൽ ചെന്നു. കിണറ്റങ്കരയെ വെച്ചൊരു ചെറിയ പ്രശ്നം, പുള്ളി ഏത് കേസും എടുക്കുന്നയാളാ, പ്രശ്നം പരിഹരിച്ചു. അവിടെ രണ്ട് പെണ്ണുങ്ങളായി ആടിനെ മേയിക്കുന്നതേ, വെള്ളം കുടിക്കുന്ന വിഷയം വന്നപ്പോൾ പുള്ളി കയറി ഏറ്റ് കാര്യമൊക്കെ പരിഹരിച്ചു. അപ്പൊ ഈ പെൺപിള്ളേർ രണ്ടും നോക്കിയപ്പം മനസ്സിലായി പാസ്റ്ററാണ്. അന്നിപ്പം പടുതിയൊക്കെ കണ്ടപ്പം പെൺപിള്ളേർ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അപ്പച്ചൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന് നേരത്തെ ഒരു പാസ്റ്റർ അതിലേ വന്നു, പുള്ളി അതിലെ പരിഹരിച്ച്. അപ്പച്ചൻ പറഞ്ഞു, എന്നാ വിളിച്ചോണ്ട് വരാൻ മേലായിരുന്നു. എഴുതിയിട്ടില്ലെങ്കിൽ എൻ്റെ ആശയം, പെൺപിള്ളേർ പറഞ്ഞു വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇനി അസംബ്ലീസ് കോഡാന്നോ IP ഹാസോ അറിയാതെ വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ ഓർഡിനേഷൻ കിട്ടിയതാണോ നമുക്കറിയത്തില്ല, അതുകൊണ്ടാണ് വിളിക്കാഞ്ഞത്. ഉടനെ അപ്പച്ചൻ പറഞ്ഞു, ഞാനന്ന് എവിടെ നിൽക്കുന്നത്? പുള്ളി കണത്തിങ്കരയുടെ ഇവിടെ ഉണ്ട്. അപ്പച്ചൻ വന്നപ്പം പുള്ളി ഇങ്ങനെ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റല്ലോ. അപ്പൊ യാക്കോബും ലാബാനും തമ്മിൽ കണ്ടപ്പം സന്തോഷമായി. അപ്പൊ ചോദിച്ചു, പേരെന്നെ? പേര് ജേക്കബ്. എവിടുന്നാ വരുന്നേ? എങ്ങോട്ട് പോവുക? അവൾ പറഞ്ഞു, എൻ്റെ അമ്മയുടെ ആങ്ങളാ. കാര്യമൊക്കെ പറഞ്ഞു. ആട്ടമോനെ, നീയെ കണ്ടമാനം ക്ഷീണിച്ചല്ലോ. നേരത്തെ എന്തുവായിരുന്നു പരിപാടി? സുവിശേഷ വേലയായിരുന്നു. എവിടെ ആയിരുന്നു വേല? ഞങ്ങളുടെ ഏരിയയിലൊക്കെ ആയിരുന്നു വേല. ഇനിയിപ്പോൾ ഇവിടെ വരാൻ പുതിയ വേല വല്ലതും ഉണ്ടോന്ന്? കാരണം പഴയ വേലയൊന്നും ഇപ്പം ഏൽക്കുന്നില്ല. പൈനിയർ വർക്ക്. അപ്പം ലാഭം പറഞ്ഞു, അയ്യോ എന്ന് ഇവിടെ വേലയുണ്ട്, ഇവിടെ ഈ പെണ്ണുങ്ങളായി സഭ ഭരിക്കുന്നത്, ആടുകളെയല്ല. ചില സഭകളെ, ചിന്നമ്മയുടെ സഭ, കുഞ്ഞുമോടെ സഭ, മേരിക്കുട്ടിയുടെ സഭ. മേരിക്കുട്ടി അവിടെ ഇരിപ്പുണ്ട്, പുള്ളിയെ മിണ്ടുന്ന പോലും ഇല്ല. മേരിക്കുട്ടിയുടെ സഭയല്ല, മേരിക്കുട്ടിയുടെ. അപ്പൊ ഇവിടെ ഇവരെ ഈ ആടിനെ തീറ്റുന്നത് എന്നെ ഏക്കുന്നു എന്ന് ചോദിച്ചു. പുള്ളി ആരെ കണ്ട ഊരെ പിടിക്കാന്നുള്ള ഏറ്റു. എന്തിനേറെ വീട്ടിൽ കൊണ്ടുപോയി അമ്മാച്ചൻ അവിടെ വെച്ചൊരു ചുംബനമൊക്കെ കൊടുത്തു. കുറെ വർഷം കഴിഞ്ഞ് മുഖഭാവമെല്ലാം മാറി, ആകെ ബുദ്ധിമുട്ടായി. അപ്പൊ യാക്കോബിന് മനസ്സിലായി ഈ വീട്ടിൽ നിന്ന് അതിന് ശരിയാകുകയല്ല. വയലിലേക്ക് ഭാര്യമാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ആങ്ങളമാർക്കും അപ്പനും ഒന്നും എന്നോട് വലിയ തൃപ്തിയില്ല. അപ്പൊ പെണ്ണുങ്ങൾ ചോദിച്ചാൽ അതിനെ ഇപ്പം ഒരു ഇളക്കം എന്നെ പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ അപ്പച്ചൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ അത് എൻ്റെ നേരെ പണ്ടിരുന്നത് പോലെ അല്ല. എനിക്ക് മനസ്സിലായി. തന്നെയല്ല, നിങ്ങളുടെ ആങ്ങളമാർ രാവിലെ ഒരു ഡയലോഗ് അടിച്ചത് ഞാൻ കേട്ടു. മൂത്തവൻ അനിയനോട് പറഞ്ഞു, വാക്കുട്ടി, നമ്മുടെ അളിയൻ ജേക്കബ് പാസ്റ്റർ ഇപ്പം ഇച്ചിരി നന്മയൊക്കെ പ്രാപിച്ച് ദൈവം അനുഭവിച്ചൊന്നുമല്ല. മറ്റേ ചോദിച്ചത് പിന്നെ എങ്ങനെ അച്ചായനെ കളിപ്പിച്ചാന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അപ്പൻ്റെ മുഖം അത്ര നല്ലതല്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ എൻ്റെ നാട്ടിൽ പോവാം, നിങ്ങൾ വരുന്നോണ്ട് പെണ്ണുങ്ങളോട്.
അങ്ങനെ പെണ്ണുങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആശിക്കും, ഇയോടി വരുന്നോന്നോ 10-15 പിള്ളേർ കൊണ്ട് ഞങ്ങൾ ഇതിനെക്കൊണ്ട് ഇവിടെ ഞങ്ങളും വരിക. പണ്ട് പിള്ളേർ പറയുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, ശ്രീമാൻ മുന്നേ ശ്രീമതി പുറകെ പിള്ളേരല്ല. നിങ്ങളിത് കേട്ടിട്ടുണ്ടല്ലേ? ഞാനടുത്ത് എനിക്ക് മാത്രം അറിയാവുള്ളൂ. അങ്ങനെ യാക്കോബും ഭാര്യമാരും ദാസിമാരും എല്ലാം ലാബാന്റെ വീട് വിട്ടു പോരുക. പോന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു, തെറ്റിദ്ധരിക്കരുത് ആ പേരൊക്കെ പറയുന്നത് കൊണ്ട്, ഈ റേച്ചൽ ആൻറ്റി കൊച്ചുണ്ണിയെക്കാളും മിടുക്കിയ. ഏത് കൊച്ചുണ്ണി? നിങ്ങളത് പറയണം. അതിനാ പഴയ മോഷ്ടാക്കട ലിസ്റ്റിൽപ്പെട്ട ആളാ കായംകുളം കൊച്ചുണ്ണി. പിന്നെ ഇത്തിക്കര പാക്കി, വെള്ളായണി പരമു. ഈ ഏരിയയിൽ വല്ലവരും ഉണ്ടോ പേര്? വേണ്ട, നിങ്ങൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് പറയണ്ട. അപ്പൊ എന്റെ ചിന്ത, റേച്ചൽ ആൻറ്റി ഇത്തിക്കര പക്കയേക്കാളും മിടുക്കിയ. ന്യൂട്രൽ ഗൃഹബിംബം അടിച്ചു മാറ്റി ഗൃഹബിംബം ഒട്ടകക്കോപ്പിനകത്താക്കി. റേച്ചലമ്മാമയും ഈ യാത്രയിൽ ഉണ്ട്. ഇവര് പരസ്യോഗം നടത്തി വരിക. പത്തനാര മുതല് പരസ്യോഗത്തിന് ഇഷ്ടം പോലെ ആണിനും പെണ്ണിന് എല്ലാ സ്റ്റോപ്പിൽ നിന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? കൃപയിൽ നിന്ന് നല്ല നിലവാരത്തിൽ പരസ്യോഗം നടത്തുന്നവരുണ്ട്, അവർക്കായിട്ട് സ്തോത്രം. ഇതൊരു ബിസിനസ്സായിട്ട് കാണുന്നവരും ഉണ്ട്. ആട്ടെ, ഷാഢ്യത്തോടെ ആന്നേലും നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. അപ്പൊ ഈ അമ്മാമയും എല്ലാം കൂടി യാത്രയിൽ വന്ന് അമ്മാമയും പാട്ടുമൊക്കെ പാടിയാ പറയുന്ന, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്. അപ്പൊ ഇത് വന്നൊരടി ഏതാ? ഒട്ടകക്കോപ്പ്. അതിനകത്തല്ലയോ ബിംബം ഇട്ടേക്കുന്നേ. ഇത് അമ്മാമ്മയുടെ കസ്റ്റഡിയിലാ ഗൃഹബിംബം. അപ്പൊ പാട്ടുമൊക്കെ പാടിപ്പോ അമ്മാമ്മ തമ്പർ ക്യാമറും ഒക്കെ അടിക്കുന്നു. അമ്മാമ്മയുടെ കയ്യിലും ഉണ്ട്. മോക്ഷയാത്ര ആണിത്. അപ്പൊ ഇത് വന്നൊരടി. അപ്പോൾ അടുത്തുള്ളവർ ചോദിച്ചു, അമ്മാമ്മ അതെന്തോ ഉപകരണം? അത് പുതിയൊരു വാദ്യം സ്റ്റേറ്റ്സിൽ പോയപ്പോ കൊണ്ടുവന്നതാ. ആട്ടെ, എന്തിനേറെ ഇവര് ലാബാന്റെ വീട് വിട്ടു പോയി. ചില ദിവസം കഴിഞ്ഞപ്പോൾ ലാബാൻ അറിവ് കിട്ടി. ലാബാൻ യാക്കോബിനെ പിന്തുടർന്ന് ഗിലെയാദ് പർവ്വതത്തിലെത്തി. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ചുരുക്കി പറഞ്ഞാൽ ചോദിച്ചു, എൻ്റെ മോനെ, നീ എന്നോടൊരു വാക്ക് പോലും പറയാതെ നീ ഓടിപ്പോന്നു. ഒരു വാക്ക് പറയാതെ ഞങ്ങൾ നല്ലൊരു സെൻറ്റോ മീറ്റിംഗ്, വീണ മുരജം തമ്പുരു ഒക്കെ വെച്ചൊരു നല്ല സെൻറ്റോ മീറ്റിംഗ് വെക്കുകയില്ലായിരുന്നു. ഈ ആത്മാർത്ഥത ഇല്ലാത്തവരുടെ സെൻറ്റ് ഓഫ് മേടിക്കാതിരിക്കുന്നതാ. എന്തിനാ വെറുതെ? ചിലതിന് ഞാൻ ദൃക്സാക്ഷിക, ചിലത് പിന്നെ എനിക്ക് അറിയാം. ചില സഭയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവസാനം പാസ്റ്റർമാർ പോകുന്ന സമയത്ത് സെക്രട്ടറിയോ ട്രഷറോ അതിന് ചുമതലപ്പെട്ടൊരു വന്ന് പറയും, പാസ്റ്ററോട് നേരത്തെ പറയും, പാസ്റ്റർ ഞങ്ങൾ സഭയായിട്ട് ചില കാര്യങ്ങൾ തീരുമാനം, പാസ്റ്റർ ഫാമിലിയും കൂടെ ഫെയ്ത്ത് ഹോമിലോട്ടൊന്ന് ചില പാസ്റ്റർ. അപ്പൊ ചിലർ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണിന് കണ്ട് ചെവിക്ക് കേട്ടതാ. ഒരു സദസ്സ് ഞാനും ഉണ്ട് അവരുടെ സഭയുടെ. അപ്പം അവർ പറഞ്ഞു, പ്രിയരെ, ഈ പാസ്റ്റർ വിടുന്ന പിന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമുക്കതറിയാം. ഞാനും പാസ്റ്ററുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു, കേസ് വരെ കൊടുത്തു. എന്നിരുന്നാലും നമ്മുടെ സഭയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് പുള്ളിക്ക് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്നതെല്ലാം പറഞ്ഞു. എന്നാ സ്റ്റാൻഡേർഡാ സഭയ്ക്ക്? അങ്ങോട്ടും ഇങ്ങോട്ടും കേസും കൊടുത്തു. പാസ്റ്റർക്കെതിരെ അവരും കൊടുത്ത്, അവർക്കെതിരെ പാസ്റ്ററും കൊടുത്തു. നാട്ടുകാർ കയറി ഇടപെട്ടു, കസേര എടുത്ത് അടിച്ചു. ഇത് കണ്ടുകൊണ്ട് നിഷ്കളങ്കരായ 4 കുടുംബം അവിടുന്ന് പിന്മാറി. എന്നിട്ട് ഈ പുള്ളി പറയാം, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇതാണോ സ്റ്റാൻഡേർഡ്? എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ സ്റ്റാൻഡേർഡും സ്റ്റാറ്റസും ഒക്കെ അനുസരിച്ച് എന്തെങ്കിലും ഒന്ന്, എൻ്റെ അഭിപ്രായം അത് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് കൊടുക്കാതിരിക്കുന്നതാ. ലാബാനാ പറഞ്ഞത്, നീ ബന്ധപ്പെട്ട് നിന്റെ വീടിന്റെ വിചാരം ഓർത്ത് ഓടിപ്പോന്നു. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു സെൻറ്റോ മീറ്റിംഗ്
അണ്ണ യാക്കോ പറഞ്ഞ അപ്പച്ച അത് പിന്നെ ഒത്തില്ല ഇനി പോന്നു ആട്ടെ. ഇതെല്ലാം പറഞ്ഞപ്പോഴേ ഞാൻ ലാഭം പറഞ്ഞാട്ടെ, നീ ബന്ധപ്പെട്ട് പോന്ന് എന്റെ ഗൃഹബന്ധം എന്തിനാ അടിച്ചു മാറ്റി? പുള്ളി ഗൃഹബന്ധത്തിന് വന്നതാ, ഇതെന്തിനാ അടിച്ചു മാറ്റി? യാക്കോ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല. കാര്യം ഞാൻ നിന്റെ വീട് വിട്ടു പോകുന്നു നിന്നോട് പറഞ്ഞില്ല, അതൊക്കെ ശരി, പക്ഷെ നിന്റെ ഗൃഹബന്ധം ഞാൻ എടുത്തിട്ടില്ല, എന്റെ കൂടാരത്തിലുമില്ല. നിന്റെ വീട്ടിൽ ഞാൻ ആടുകളെ തീറ്റി, ഒരെണ്ണത്തിനെ ഞാൻ മോട്ടിച്ചില്ല. പകല് ഞാൻ വെയിൽ കൊണ്ടു, രാത്രി ശീതമേറ്റു, കാണാതെ പോയതിന് ഞാൻ ഉത്തരവാദിയാ. ഞാൻ വിശ്വസ്തയോടെ, നീ 10 പ്രാവശ്യം എന്റെ പ്രതിഫലമൊക്കെ മാറ്റി, പക്ഷെ ഞാൻ വിശ്വസ്തയോടെ നിന്നെ സേവിച്ചു. നിന്റെ യാതൊന്നും ഞാൻ മോട്ടിച്ചിട്ടില്ല, പിന്നെ ഗൃഹബന്ധം ഞാൻ എടുത്തിട്ടില്ല. യാക്കോ പറഞ്ഞു കൂടാരമെല്ലാം കയറി പരിശോധിക്ക്, ആരുടെയെങ്കിലും പക്കൽ കണ്ടാൽ അവർ മരണയോഗ്യർ. യാക്കോ ലാബാൻ ഇത് കേട്ടോടനെ കൂടാരമെല്ലാം കയറി പരിശോധിക്കുക, മുഴുവൻ കൂടാരവും കയറി പരിശോധിച്ചു. ലേയാമ്മയുടെ കൂടാരത്തിൽ കയറി, ബിൽഗാമ്മയുടെ കൂടാരത്തിൽ കയറി, ശില്പാമ്മയുടെ കൂടാരത്തിൽ കയറി, പിള്ളേരുടെ എല്ലാം കൂടാരത്തിൽ കയറി, ആരിച്ച് പെറുക്കി അറ്റ കൈക്കാണ് റേച്ചൽ ആന്റിയുടെ കൂടാരത്തിൽ വന്നത്. അപ്പന്റെ ഇഷ്ടമോളാ, അപ്പന്റെ പിന്നെ പൊന്നുമോളാ. അപ്പോൾ അപ്പച്ചൻ വന്ന് എന്റെ ഭാവനയാ, കോളിമ്പല്ലേ അടിച്ചല്ലേ കരകെ മുട്ടി, നമ്മളെ അകത്തിരുന്ന് വെച്ചു, പ്രൈസ് ദി ലോർഡ്. ആരാ? റേച്ചൽ ആന്റി. പ്രൈസ് ദി ലോർഡ്. ഉടനെ വെളി ചെന്ന അപ്പച്ചൻ അയാൾ എത്ര ഗുണം വന്നതല്ല, നമ്മൾ ചിലരോട് പ്രൈസറോട് പറഞ്ഞാണ് അവർ ലേലൂയ തിരിച്ചു പറയത്തില്ല ചെല്ല്. അപ്പൊ അകത്തിരുന്ന് റേച്ചൽ ആന്റി പ്രൈസ് ദി ലോർഡ്. ഉടനെ റേച്ചലാന്നോടി, അപ്പം ശബ്ദം കേട്ട അപ്പച്ചനാന്നോ? അതെ. അപ്പച്ചാ കേറി വാ, നീ ഇങ്ങോട്ട് നടങ്ങി വന്ന ഒരു കാര്യം ചോദിക്കാനാ. എന്നാ അപ്പച്ചാ? എടി നിങ്ങൾ അവിടുന്ന് പോന്നേ പിന്നെ എന്റെ ഗൃഹബിംബം കാണുന്നില്ല. ഞാൻ തപ്പാവുന്നതിന്റെ പരമാവധി അവിടെ എല്ലാം തപ്പി, പിന്നെ ഇവിടെ വന്നിപ്പോ എല്ലാം തപ്പി കിട്ടിയില്ല. നിന്റെ കയ്യിലെങ്ങാനും കൊണ്ടോടി. ഉടനെ റേച്ചൽ ആന്റി, പപ്പ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് വരത്തില്ല, ഞാൻ ഫാസ്റ്റിങ്ങിലാ. ഫാസ്റ്റിംഗ് പ്രയറില്ല. ഞാൻ ഈ ഫാസ്റ്റിംഗ് പ്രയർ ഞാൻ ഇരുന്നാ പിന്നെ അവിടുന്ന് ഞാൻ എഴുന്നേക്കുന്നില്ല. 3 ഡേയ്സാ, ഈ 3 ദിവസം കഴിയാതെ ഞാൻ എഴുന്നേക്കുന്നില്ല. അപ്പച്ചി ഇങ്ങോട്ട് വന്നാട്ടെ. അപ്പൻ അവിടെ ചെന്നപ്പം റേച്ചൽ ആന്റി അവിടെ ഇരിക്കുക. എന്റെ ചിന്തയാ, ഒട്ടോകോപ്പിനകത്ത് ഗൃഹബന്ധം പോലെ അടിച്ചു മാറ്റിയത് സുരക്ഷിതമായിട്ട് മാറ്റി, അതിന്റെ മേളിൽ പുൽപ്പായിട്ട്, അതിന്റെ മേളിൽ ഇപ്പോഴത്തെ മെത്തപ്പായി വിട്ടേച്ച്, അതിന്റെ മേളിൽ മുട്ടയിലിരുന്നേച്ച് ഒരു തമ്പേറുമുണ്ട്. റേച്ചൽ ആന്റി, തീ കത്തിക്കാ എന്നിൽ, തീ കത്തിക്കാ സ്വർഗ. അപ്പച്ചനോണ്ടിരുന്ന് പാടാൻ. അപ്പച്ചൻ പറഞ്ഞ് പാടാൻ നേരമില്ലടി, ബിംബം കാണുന്നില്ല. ഇല്ല അപ്പച്ചൻ. അപ്പം അപ്പച്ചനോട് താട്ടെ, അവളെ ഈ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ അല്പം പിടിവാശിയും തന്നിഷ്ടവും സൗന്ദര്യത്തിന്റെ അല്പം ഹുങ്കും തണ്ടുമൊക്കെ ഉണ്ടെങ്കിൽ ഏതായാലും അവള് ഫാസ്റ്റിംഗ് ഇരിക്കുന്നല്ലോ, ആട്ടെ മോളെ എഴുന്നേക്കണ്ട, ഫാസ്റ്റിംഗ് നടക്കട്ടെ. അപ്പച്ചനും പ്രാർത്ഥിച്ചോൾ. ആട്ടെ അപ്പച്ച, ചെന്നിട്ട് വിളിക്കണേ, ഫോൺ വിളിക്കണേ. അപ്പനെ അങ്ങനെ ഓർഡർ വിട്ടു. ഇവൾ ഈ വിഷയത്തിൽ അനുദമിച്ചില്ല, ക്രമീകരണം വരുത്തിയില്ല. എന്തിനേറെ ഞാന് കൃത്യസമയത്ത് യോഗം നിർത്തും. ചിലർക്ക് എന്നെ പറ്റി ഒരു ധാരണയുണ്ടായേക്ക് ബോധവും പൊക്കണമെന്നും ഉള്ളവനല്ല. അത് ഞാൻ കാണിച്ചു തരാം, ബോധമുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾക്ക് അങ്ങനെ വല്ല ധാരണയുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തിയേച്ചേ ഇന്ന് പോവുള്ളൂ. നിങ്ങൾ ബൈബിളിന്റെ സിപ്പിട്ടൊന്നും എന്നെ കാണിക്കണ്ട. മൂക്കരിക്കുന്ന കണ്ണാടി മാറ്റുമെന്ന് മേടിച്ചല്ല, അങ്ങനെ സിഗ്നൽ തരുന്ന മൂക്കരിക്കുന്ന കണ്ണാടി അങ്ങ് മടക്കും എന്ന് പറഞ്ഞാൽ യോഗം നിർത്താൻ സമയമായി. അല്ലെ ബൈബിളിന്റെ സിബ് ഇട്ട് കാണി, അതൊന്നും ഇവിടെ ചെലവാകുകയില്ല, ഞാൻ കൃത്യസമയത്ത് നിർത്തിക്കോളാം. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൻ അങ്ങ് കടന്നുപോയി. അപ്പൻ പോയി. യാക്കോബ് ഇന്ന് അറിയുന്നില്ല റേച്ചൽ ഇത് ചെയ്തത്. നാളുകൾ അങ്ങോട്ട് കഴിഞ്ഞു. ഇവര് യാത്ര ചെയ്ത് സുക്കോത്തുമൊക്കെ കഴിഞ്ഞ് സുക്കോത്ത് വന്ന് പാർത്ത് ഒടുവിൽ ദൈവം യാക്കോബിനോട് പറഞ്ഞ്, സുക്കോത്തിൽ വെച്ച് മുഴുവൻ പ്രശ്നമായി, മുഴുവൻ പ്രശ്നം. 34-ാം അധ്യായത്തിൽ അപ്പന്റെ 2 മക്കളായ ശിമയോനും ലേവിയും വാളെടുത്ത് വെട്ടാൻ പോയി, ക്ഷിപ്രകോപികളായി എന്ന് പറഞ്ഞ ആത്മസംയമനമില്ലാത്ത 2 പിള്ളേര് ശേഖപൗരന്മാരെ വെട്ടിക്കൊന്നു. ഇത് കണ്ടോണ്ട് അപ്പം പറഞ്ഞു, നിങ്ങൾ ഈ ദേശത്ത് തന്നെ നാറ്റിച്ചെന്ന്. എന്നെ നാറ്റി, നിങ്ങൾ പെന്തിക്കോസ് നാറ്റിച്ചു. നിങ്ങൾ ഈ പെന്തിക്കോസ്
നാറ്റിച്ചു. പെന്തിക്കോസിന് പവിത്രതയുണ്ട് കേട്ടോ. പെന്തിക്കോസിന് ഇതിന്റെ മൂല്യമുണ്ട്. പെന്തിക്കോസിന് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. ചിലർ പറഞ്ഞ പെന്തിക്കോസുകാർ സ്റ്റാൻഡേർഡ് ഇല്ല. പെന്തിക്കോസിനാ സ്റ്റാൻഡേർഡ്. പക്ഷെ ചിലര് അവരുടെ ജീവിതം കൊണ്ടിത് നാറ്റിച്ചു. പെന്തിക്കോസിനൊരു കുഴപ്പവും വന്നിട്ടില്ല. അവിടെ ഒരു പാസ്റ്റർ അത് എഴുതും, ഇവിടെ ഒരു പാസ്റ്റർ അതങ്ങനെ ഇനിയും പാസ്റ്റർമാർ എന്തെല്ലാം ചെയ്യും. പെന്തിക്കോസിനൊരു കുഴപ്പവും വരികയല്ല. ആ സഭയെ പ്രശ്നം, ഈ സഭയെ പ്രശ്നം, അതൊക്കെ നടക്കും. ഇതിനകത്ത് ജീവിക്കുന്ന പെന്തിക്കോസുകാരുണ്ട്. പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ കർത്താവിന്റെ വരവനായി കാത്തിരിക്കുന്ന, നോക്കി പാർക്കുന്ന അനേക പെന്തിക്കോസുകാരുണ്ട്. സ്തോത്രം. അവിടെ ഒരു ജോർജ് അത് ചെയ്തു, അവിടെ ഒരു കണ്ണൻ അല്ലെ തമ്പി അല്ലെ തൂമ്പി അത് ചെയ്തു, ഇത് ചെയ്തു, അല്ലെ അവനെ യവനെ, ഞാൻ പേരുകളൊന്നും ഇപ്പൊ പറയുന്നില്ല. അതുകൊണ്ട് ആ കണ്ണൂരുകാരൻ അത് ചെയ്തു, കോഴിക്കോട്ടുകാരൻ ഇത് ചെയ്തു, ആഞ്ഞിലിത്താരൻകാരൻ അത് ചെയ്തു, പത്തനംതിട്ടക്കാരൻ, അതൊക്കെ അങ്ങനെ ചെയ്യും, അതൊക്കെ നടക്കും. പക്ഷെ പെന്തിക്കോസിനൊരു കുഴപ്പവും വരികയല്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനൊരു കുഴപ്പവും വരികയല്ല. ആമേൻ. കുഴപ്പം നമുക്കാ, പെന്തിക്കോസിന് കുഴപ്പമൊന്നും വരികയല്ല. ഇനി നിങ്ങളെല്ലാം പിന്മാറിപ്പോയാലും പെന്തിക്കോസിന് കുഴപ്പം വരികയല്ല. സ്തോത്രം. നിങ്ങൾ ഈ ദേശത്തെ തന്നെ നാറ്റിച്ചു. അപ്പം പറഞ്ഞു രൂപന്റെ കാര്യം പൊതുവിൽ വായിക്കുന്നില്ല. 35, 22 എടുക്കേണ്ടതാണ്. സ്തോത്രം. മാമ വാക്യം കണ്ടെന്ന് തോന്നുന്നു. 30-ാം വാക്യമാണോ വായിച്ചേ? കനാന്യരുടെയും പെരിസരുടെയും മുൻപാകെ നാറ്റിച്ച്. ഒരു പദവും കൂടെ ഉണ്ട്. വിഷയമല്ല, വിഷയമാക്കണ്ട, വിഷമത്തിലാക്കി. അതാ വിഷയമൊന്നും ആക്കണ്ട. എന്നെ വിഷമത്തിലാക്കരുത്. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ പറയാം. ഈ ദേശനിവാസികളാകുന്ന കനാന്യരുടെയും പെരിസരുടെയും മുമ്പാകെ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കി. അപ്പനെ നാറ്റിച്ച് 2 എണ്ണം. രൂപന്റെ ചരിത്രം പൊതുവിൽ ഇപ്പൊ പറയുന്നില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നമായപ്പോ യാക്കോബിനോട് ദൈവം പറഞ്ഞടാ, പെങ്കച്ചൊന്ന് പേടച്ചു. ആ ഒരു താഴെ വെച്ച ഊർമ്പരിക്കും തലയെ വെച്ച പേന്റിക്കും എന്ന് പറഞ്ഞു വളർത്തിക്കൊണ്ട് വന്ന മോള്. എന്നെ പേരെങ്ങനെ? ഞാനങ്ങ് പേരെടുക്ക, ദീന ലേയ ജേക്കബ്. ഇപ്പോഴത്തെ അങ്ങനെ 3 പേരില്ലേ പെൺപിള്ളേർക്കൊക്കെ, ദീന ലേയ ജേക്കബ്. അത് പരുവക്കേടായി. ആ പിള്ളേര് വേറെ പുസ്തകമായിട്ട് നടക്കേണ്ട ശിമിയോനും ലേവിയും കൊടുവാളെടുത്തോണ്ട് ഇറങ്ങി. രൂപന്റെ പാപം അത് പൊതുവിൽ പറയുന്നത് മോശമാ, എങ്കിലും ഒറ്റ വാക്കിലങ്ങ് പറയാം. വേണ്ട, അത് പറയുന്നില്ല, വെറുതെ എന്തിനാ. സ്തോത്രം. എല്ലാം കുഴഞ്ഞു. അപ്പൊ യാക്കോബിനോട് ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഈ മോള് പഴയ്ക്കാനും ആമ്പിള്ളേര് വടിവാളെടുത്തോണ്ട് പോകാനും രൂപനെ കട്ടില് കാണാൻ മേല. ഒറ്റ വാക്കി പറഞ്ഞ കട്ടില് കാണാൻ മേല. ഈ കുടുംബത്തിലെ അരാജകത്വം മുഴുവൻ നടമാടുന്നതിന്റെ കാര്യം നീ ബേതേലി പോകാത്തതാ. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കയറി കിടക്കാൻ ഇടമില്ലാതെ സഹോദരനെ ഭയപ്പെട്ട് വീട്ടിൽ നിൽക്കുവാൻ നിക്കക്കല്ലില്ലാതെ നീ ഓടി 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 ഒരു സ്ഥലത്ത് വന്നപ്പോൾ കുറുക്കന്റെ ശബ്ദമല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നല്ലോ. കുറുക്കൻ ഓളിയിടുന്ന ശബ്ദമല്ലേ കേട്ടത്? അവൻ മൂങ്ങായും കുറുക്കനും. ആ ശബ്ദത്തിന്റെ മുൻപാകെ നീ അന്ന് രാത്രി ക്ഷീണിച്ച് അവശനായി രാത്രി കിടന്ന് അവൻ സൂര്യൻ അസ്തമിച്ചു തളർന്ന് ക്ഷീണിച്ച് ശരീരവും മനസ്സും എല്ലാം ക്ഷീണിച്ച് ഉടുക്കാൻ തുണിയില്ലാതെ കഴിക്കാൻ ആഹാരമില്ലാതെ ധരിപ്പാൻ വസ്ത്രമില്ലാതെ സഹായത്തിന് ആരുമില്ലാതെ നീ ഏകനായിട്ട് അന്ന് രാത്രി അവിടെ കിടന്ന് തലയണയായിട്ട് ഒരു കല്ലും കിട്ടി. അന്ന് രാത്രി ഞാൻ നിന്നോട് ഇടപെട്ടതാ, ഞാൻ നിന്നോട് സംസാരിച്ചതാ. ഞാൻ നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി പെരുക്കും. നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ദേശം ഞാൻ കൊടുക്കും. ഇല്ലേ? തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ കോവേണിയിൽ ദൂതന്മാരിറങ്ങി വരും. തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ കോവേണിയിൽ ദൂതന്മാരിറങ്ങി വരും. പിളർന്നതാ
പാടി വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തന്നെയല്ല, സമയവും അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ പാട്ട് പാടി ഒരു വിലക്കം വീണാൽ പിന്നെ ഞാൻ അതിന് പ്രാർത്ഥിക്കാം. എനിക്കാണെങ്കിൽ അങ്ങനെ വലിയ വരപ്രാപ്തിയുള്ള ആളും വിലക്കം വീണാൽ നിങ്ങൾ പിന്നെ ഇങ്ങനെ തന്നെ പോകേണ്ടി വരും. എന്തായാലും യാക്കോബിനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ സന്താന പുഷ്ടിയുടനാക്കി പെരുക്കും, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, ഈ ദേശം തരും. യാക്കോബ് പിറ്റേന്ന് എഴുന്നേറ്റ് തലയിണയായി വെച്ച കല്ലെടുത്ത് തൂണാക്കി എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്ത് വെച്ച് ബഥേലെന്ന് പേര് വെക്കെ ഇട്ടു. നീ എന്നെ അനുഗ്രഹിച്ച് ഭക്ഷിപ്പാൻ ആകാരം ധരിപ്പാൻ വസ്ത്രവും ഒക്കെ തന്ന് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ സൗഖ്യത്തോടെ മടക്കി വരുത്തെങ്കിൽ യഹോവ എനിക്ക് ദൈവം. ഈ തൂണായി നിർത്തിയ കല്ല് ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞാൽ ഞാൻ നന്മയൊക്കെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പള്ളി പണിയുമെന്ന്. പക്ഷെ നിനക്ക് തലമുറയെ കിട്ടി, ഭാര്യമാരെ കിട്ടി, സമ്പത്ത് കിട്ടി, പുള്ളി മറുകുള്ളതൊക്കെ ഇഷ്ടം പോലെ കിട്ടിയപ്പോ നീ ദൈവമായിട്ടുള്ള ഉടമ്പടി തെറ്റിച്ചു. നീ സുഖവാസം തേടി സുക്കോത്തി പോയി. ചെന്നുടനെ വീട് പണിത ഉടനെ നീ കന്നുകാലിക്ക് ഒരു തൊഴുത്തും കെട്ടി. ചില സുവിശേഷ വിലയ്ക്ക് വന്ന ഉടനെ വന്നു കഴിഞ്ഞ ഉടനെ വീട് വെക്കണം. സുവിശേഷ വിലയ്ക്ക് പാസ്റ്റർമാർ അതിന് വീട് വെച്ചോ, ആത്മാക്കളെ നേടിയോന്ന് ചോദിക്കുകയല്ല, വീട് വെച്ചോ എന്നെ പറഞ്ഞില്ല. വീട് വെച്ചില്ല. അയ്യോ, ഇത്ര നാളായിട്ട് എടാ, നീ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയപ്പം വീട് വെക്കാനാണോ ഇറങ്ങിയേ? അല്ലല്ലോ. വണ്ടി മേടിക്കാനാണോ ഇറങ്ങിയേ? അല്ലല്ലോ. നിനക്ക് വീടും വണ്ടിയൊക്കെ ആവശ്യമാണെങ്കിൽ അതിന്റെ സമയത്ത് ദൈവം തന്നോളും. അതല്ലല്ലോ നമ്മുടെ വിഷയം. ആത്മാക്കളെ നേടുന്നതല്ലേ, ആരാധിക്കുന്നതല്ലയോ, പ്രാർത്ഥിക്കുന്നതല്ലയോ. ഇത് പുള്ളി നന്മയൊക്കെ കിട്ടി കഴിഞ്ഞ നേരെ സുക്കോത്തി പോയി. ചെന്നുടനെ വീട് പണിതു, കന്നുകാലിക്കെല്ലാം ഒരു തൊഴുത്തും കെട്ടി. ഈ പാലും വെണ്ണയൊക്കെ ഇഷ്ടം പോലെ പിള്ളേർ ഇത് കുടിച്ച് കഴിച്ചപ്പോ പിള്ളേർക്ക് കുത്തല്, കണ്ടമാനം ആകാരം ചെന്നാലും പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തീൻകുത്തൽ എന്നാ പറയുന്നത്. തീൻകുത്തൽ അല്ലെ തീറ്റിക്കുത്തല് അല്ലെ, പഴയ ആൾക്കാർ വരും എല്ലിനിടെ കയറിയതാണ്. പെന്തിക്കോസ്തിൽ ഇവരായിപ്പം വന്നേക്കുന്ന തീൻകുത്തല. പഴയ പരിവക്കേടെല്ലാം ദൈവം മാറ്റി. പണ്ട് ചെറ്റപ്പുരയായിരുന്നു, ചെറ്റപ്പുര. കറണ്ട് ഒന്നുമില്ലായിരുന്നു. ചെറ്റി അങ്ങോട്ട് തട്ടുക, ക്രോസ് ഒരു കമ്പ് വെക്കുക, എല്ലാവരും യോഗത്തിന് വരിക. ഇപ്പം നല്ല വീടുകളായി. ഒരു പൂട്ട് ഈട്ടിയുടെയും തേക്കിൻ്റെ ഒക്കെ ഒരു പൂട്ട് പൂട്ടി, 2 പൂട്ട് പൂട്ടി, ഇപ്പൊ 3 ഒക്കെ ഉണ്ടെന്ന് 3 പൂട്ടി തെള്ളി നോക്കി പെരക്ക് യുദ്ധം നടന്നു. പണ്ട് ചാണകം ഇട്ട് മെഴുകുന്നത് അറിയായിരുന്നു, ചാണകം. ഇപ്പൊ എല്ലാം ടൈൽസ്, ഗ്രാനൈറ്റ്. ഞാനതിനെതിരല്ല, നല്ലത്. പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഭംഗമായി. സ്തോത്രം. ഈ നന്മയെല്ലാം കിട്ടിയപ്പോൾ ഇവൻ സുഖവാസം തേടി സുക്കോത്ത് വന്ന് വീട് പണിത് കന്നുകാലിക്ക് തൊഴുത്തും കെട്ടി. അവിടെ പിള്ളേർ ഇതെല്ലാം കൂടെ കടിച്ചു കുഴിച്ച് പിള്ളേരെ ഇളകി. അതുകൊണ്ടാ ദൈവം വന്ന് യാക്കോബിനോട് 35 പറഞ്ഞു, നീ ഇനി പുറപ്പെട്ട് ബഥേലിൽ പോകാൻ പറഞ്ഞു. ബഥേലിൽ പോകും. ഈ തകർച്ചയും അരാജകത്വവും പരാജയവും ഈ നാറ്റക്കേസും എല്ലാം വന്നത് നീ സുക്കോത്തി പാർത്തത് കൊണ്ടാ. സുക്കോത്തി പാർക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ ബഥേലിൽ പോകും എന്ന് പറഞ്ഞാൽ ഈ സുക്കോത്തും ബഥേലുമായിട്ട് വ്യത്യാസമുണ്ട്. ബഥേലിൽ പോയി ദൈവത്തെ ആരാധിക്കണം. സുക്കോത്തിൽ ചിലപ്പം ആരാധന കാണും, പക്ഷെ സുക്കോത്തിലെ ആരാധനയും ബഥേലിലെ ആരാധനയും വ്യത്യസ്തമാണ്. ഈ ബഥേലിലേക്ക് പോകാൻ നേരത്തെ യാക്കോബ് പറഞ്ഞൊരു പദമുണ്ട് 35-ാം അധ്യായത്തിൽ. എന്തുവാ പറഞ്ഞത്? അനന്തരം ദൈവം യാക്കോബിനോട് ഓടിച്ചു വായിര്. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് നിന്റെ സഹോദരനായ യേശാവിന്റെ മുമ്പിൽ നിന്ന്, നിന്റെ സഹോദരനാകുന്ന യേശാവിന്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക. അവിടെ ഒരു യാഗപീഠം. സുക്കോത്തിലല്ല നീ യാഗപീഠം പണിയേണ്ടത്, ബഥേലിൽ യാഗപീഠം പണിയണം. ഉൽപ്പത്തി 28 നീ അങ്ങനല്ലയോ തീരുമാനമെടുത്തത്? ദൈവം എനിക്ക് ആരോഗ്യം തന്ന്, ഭക്ഷണം തന്ന്, വസ്ത്രം തന്ന്, സമ്പത്ത് തന്നാൽ ഞാൻ ബഥേലിൽ വന്ന് യാഗപീഠം പണിയും. പക്ഷെ ദൈവം നിനക്ക് നന്മയും സമ്പത്തും ഒക്കെ തന്നപ്പോൾ നീ പഴയ തീരുമാനമെല്ലാം വ്യതിചലിച്ചു. നീ സുക്കോത്ത്. അതായി പ്രശ്നങ്ങൾ. ഇനി ബഥേലിൽ പോ, ഇനി അവസരം തരിക. ബഥേലിൽ പോ, സമയമുണ്ട്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പാസ്റ്റർ ഇനിയും സമയമൊന്നുമില്ല, എൻ്റെ ആയുസും ആരോഗ്യമല്ല പോയി, പിന്നെ വല്ലച്ചാതി ഇനി എങ്ങനെയും ഒന്നും തുറക്കത്തിൽ പോകാൻ ഒക്കുകയല്ല. അതിന് വ്യവസ്ഥയുണ്ട്. പാസ്പോർട്ട് എടുക്കാതെ, വിസ ഇല്ലാതെ എയർപോർട്ടിൽ ചെന്ന് പറയാം എനിക്ക് എങ്ങനെയും വന്ന് പേർഷ്യയില് വിടുവാ. തന്നെ
അതിന് നടപടിക്രമങ്ങളില്ലേ? എയർപോർട്ടിൽ ചെന്ന് വെച്ച് പറയും എന്നെ എങ്ങനെയാലും വന്ന് പോകുന്ന മാർഗമല്ല അവിടെ. അതിനുള്ള ആദ്യത്തെ വ്യവസ്ഥ രക്ഷിക്കപ്പെടണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, ഇത് വൈകിട്ട് പറയാനായിരുന്നു, എന്തെങ്കിലും ഓടിച്ച് പറയാ. 2, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, അല്ല എങ്ങനെയും പോക്ക് നടക്കുകയല്ല. 3, അഭിഷേകം പ്രാപിക്കണം. നിന്നെന്നൊക്കെ ചെല്ല് പറഞ്ഞ് നമുക്ക് തർക്കിക്കണ്ട, അവർക്ക് കിട്ടാൻ പ്രാർത്ഥിക്കാം. ഇത് നിന്നിട്ടൊന്നുമില്ല. സ്തോത്രം. തിരുമേശ എടുക്കണം. തിരുമേശയായിട്ട് വരുമ്പോ ഇങ്ങനെ സായിബാബ ഇരിക്കുമ്പോൾ ഇരിക്കരുത്. കണ്ടിട്ടില്ലേ പടത്ത് സായിബാബൻ? തിരുമേശ വരുമ്പം മനുഷ്യപുത്രന്റെ അപ്പം തിന്നാതെയും ഭാരഭാഗത്ത് കുടിക്കാതെ ജീവൻ ഉണ്ടാകത്തില്ല. സ്തോത്രം. തിരുമേശ എടുക്കണം. ഞാൻ പറയാനുണ്ട്, സഭയ്ക്കകത്ത് തിരുമേശ എടുക്കാത്ത ഒറ്റ ഒരുത്തന് അഭിപ്രായവും പറയരുത്. തിരുമേശ വരുമ്പോ ഇരിക്കുക, കമ്മിറ്റി കൂടുമ്പോ ഇവന്റെ കാസ മിണ്ടി പോകരുത്. നീ ഞാൻ ശനിയാഴ്ച വൈകിട്ട് പറയാനായിരുന്നത്. പ്രാഗൽഭ്യം വേണ്ടേ? സ്തോത്രം. സ്തോത്രം. എങ്ങനെയാലും മേളി പോകത്തില്ലെന്ന് വ്യവസ്ഥയുണ്ടെന്ന്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത് നമുക്ക് ബേഥേലിലോട്ട് പോകണം, ബേഥേലിൽ പോകണം. അവിടെ ചെന്ന് യഹോവയ്ക്ക് ഒരു യാഗപീഠം. വായിച്ചേ മോളെ, ഓടിച്ചു വായിച്ചേ. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും, ദൈവം ഇത് പറഞ്ഞപ്പോ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള നമ്മളെ ബേഥേലിലെ ആരാധനയ്ക്ക് പോകാൻ പോവുക. ഇതുവരെ നമ്മൾ സുക്കോത്തിലാണ് ആരാധിച്ചത്. ഇവിടെ ആരാധനയുണ്ട്, വർഷിപ്പുണ്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പുണ്ട്. പിന്നെ ഇവിടെ ഇതെല്ലാം ഉണ്ട്, സുക്കോത്തിൽ ഇതെല്ലാം ഉണ്ട്, സുക്കോത്തിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഇനി സുക്കോത്തിലെ ആരാധന ബേഥേലിലേക്ക് പോവുക. ആ ബേഥേലിലേക്ക് പോകുമ്പോൾ ചില ക്രമീകരണങ്ങളുണ്ട്. ആ ക്രമീകരണമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകുക. അടുത്ത വാക്യം, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവനെല്ലാം നീക്കിക്കളയണം. വേർപാട്, വേർപാട്, വേർപാട്. സുക്കോത്തിൽ എല്ലാ ദേവനെയും കൊണ്ട് ആരാധിക്കാം. സുക്കോത്തിലെ ആരാധനയ്ക്ക് 28 കെട്ടിന് പോകാം, മാമോദിസായ്ക്ക് പോകാം, ആണ്ടിയാത്തത്തിന് പോകാം, അടിയന്തരത്തിന് പോകാം, 40 കൂടാ, ബർത്ത്ഡേ ആഘോഷിക്കാം, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം, സപ്തതി ഷഷ്ടി ആഘോഷിക്കാം, വലത്തുകാല് വെച്ച് കയറാം, അമ്മക്കച്ച കൊടുക്കാം, വീട് കൂതാശ നല്ലല്ലോ പറഞ്ഞ കയറി താമസം. എന്തുവാ ഇവിടെ പെരേക്കര് കൂടുതലെന്നാണോ? ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, അതിന് എതിരില്ല. പാല് കാച്ചല് ഇതെല്ലാം സുക്കോത്തി പറ്റും. പക്ഷെ ബേഥേലിലെ ആരാധന വേർപാടിന്റെ ആരാധനയാണ്. അന്യദേവനെയെല്ലാം നീക്കണം, അന്യദേവനെയെല്ലാം നീക്കണം. പിന്നെ ശുദ്ധീകരിക്കണം. പിന്നെ വസ്ത്രം മാറണം. അയ്യോ, സുക്കോത്തിൽ ഏത് വസ്ത്രവും ഇട്ടുകൊണ്ട് പ്രൈസ് ആൻഡ് വർഷിപ്പിന് കൂടാം, പക്ഷെ ബേഥേലിലൊക്കത്തില്ല. ബേഥേലിന്റെ ആരാധന വേർപാടിന്റെ ആരാധന. സുക്കോത്തിലെ ആരാധനയ്ക്ക് കാച്ചട്ട ഇടാൻ കുഴപ്പമില്ല, ഒരു ടീഷർട്ട് വിടാം. ജീസസ് ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയത്തുമില്ല. മുടി വളർത്തി വെച്ച് ഒരു റബ്ബർ ബാൻഡ് ഇടാം, ഇത് അടിക്കുമ്പോ അതിങ്ങനെ എലിവാല് പോയി ചുണ്ടലിയുടെ വാല്. സുക്കോത്തിലെ ആരാധന പറ്റും. ഇവിടെ വെക്കാം, ഇവിടെ ഇച്ചിരി വെക്കാം. സുക്കോത്തിലെ ഇച്ചിരി ഇടാം, ഇവിടെ ചില സുക്കോത്തിലെ ആരാധനയെ. പക്ഷെ ബേഥേലിന്റെ ആരാധന വേർപാടിൻ്റെതാണ്. ബാക്കി വൈകിട്ട് പറയാം. ഇത് പോരെ, ഇന്ന് പകൽ ഇത് പോരെ പറ. നിങ്ങൾ എന്തെങ്കിലും പറ. ഇത് ഇനിയും വേണോ? വേണ്ട, വൈകിട്ട് പോരെ. സ്തോത്രം. ബേഥേലിലെ ആരാധനയ്ക്കാണ് നിന്നെ കണ്ടത്. സുക്കോത്തി കടന്ന് നാറ്റക്കേസ് പിടിച്ച് നിന്റെ ആയുഷ് നഷ്ടപ്പെടുത്താനല്ല അവൻ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. ബേഥേലിന്റെ ആരാധന വേർപാടിന്റെ ആരാധനയാണ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഞാൻ എടുത്ത വാക്യത്തെ പറ്റി തൊട്ട് ഞാൻ മുഖവര പറഞ്ഞായി വരുന്നത്. ഇന്നും നാളെയൊക്കെ നമ്മൾ ഒന്നിച്ച് ഈ ഭാഗങ്ങൾ ശാന്തമായിട്ട് അടുക്കടുക്കായിട്ട് ധ്യാനിച്ച് നമുക്ക് പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരു ഗുണീകരണവും ശുദ്ധീകരണവും ഉണ്ടായി എല്ലാറ്റിലുപരി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഈ യോഗങ്ങൾ കഴിയുമ്പോൾ ജീവിതത്തെ ക്രമീകരിക്കണം. അടുത്തിരിക്കുന്നവരെ ക്രമീകരിക്കേണ്ട, അടുത്തിരിക്കുന്നവൻ വിവേചിക്കേണ്ട, തന്നെത്താൻ ശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.
ഈ പകല് ഇവിടെ ഗായക സംഘം നല്ല പാട്ടുകളൊക്കെ പാടിയല്ലോ. ഒരു സമർപ്പണ ശീലുകൾ പാടി നമുക്ക് പകല് പിരിയാം. സമർപ്പണത്തോടെ കൈ മലർത്തി ഒക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഹൃദയം ഒന്നുകൂടെ സമർപ്പിച്ച് ഒരു സമർപ്പണത്തോടെ ആ ഈരടികൾ ചേർന്ന് പാടി നമുക്കെന്ന് പ്രാർത്ഥിച്ചങ്ങ് പിരിയാം. മുറ്റിഞ്ഞാൻ താരും നീതാ ഭൂനീച്ചേ മുഴുവൻ ദേഹം ദേ ഈ സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ. ദേഹം ദേ ഈ സമസ്തം എന്നേക്കും നിന്റേതു. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ടകുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഇപ്പോ. താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ. പ്രിയരെ, ഒരു സമർപ്പണത്തോടെ നമുക്ക് ഇന്ന് പകൽ പിരിയാം. കർത്താവ് അനുവദിച്ചാൽ വൈകുന്നേരം നമുക്ക് വളരെ സന്തോഷത്തോടെ ഒന്നിച്ചു കൂടി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് നമുക്ക് ധ്യാനിക്കണം. ഇന്നും നാളെയും ഒക്കെ നടക്കുന്ന ഈ ശുശ്രൂഷ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ദൂരത്തിരുന്ന് ശ്രവിക്കുന്നവർക്കുമെല്ലാം ഒരു ഗുണീകരണത്തിനും ശുദ്ധീകരണത്തിനും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇടയാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവം അനുവദിച്ചാൽ വൈകിട്ട്